الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. صلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الجود والكرم. സർവാദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാരെ, ഒരു ജീവിതം കൊണ്ട് 1000 വിപ്ലവങ്ങൾക്ക് പ്രാരംഭം കുറിച്ച അത്യപൂർവം വിലാസങ്ങളിൽ ഒരാളായ താജുൽ ഉലമായി അസ്സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റഹിമഹുല്ലാഹ് മഹാനവറുകളുടെ വിയോഗത്തിന്റെ 11ാം വർഷം ബഹുമാനപ്പെട്ടവരെ അനുസ്മരിച്ചുകൊണ്ടും അവിടുന്ന് മുന്നോട്ട് വെച്ച ആശയങ്ങളെ കൂടുതൽ ഉണർവോടെ അവതരിപ്പിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടും ഒരുക്കിയിട്ടുള്ള പരിപാടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സും സംഘാടനവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് ഈ മജ്ലിസിന് നേതൃത്വം നൽകുന്ന താജുൽ ഉലമ തങ്ങളുപ്പാപ്പയുടെ മൂത്ത മകൻ ഇമ്പിച്ചി തങ്ങൾ ഹഫിളഹുല്ലാഹ്, മറ്റ് സാദാത്തുക്കൾ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തും സിഹത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. കഴിഞ്ഞ വർഷം വരെ ഇവിടെ മുൻനിരയിൽ ഉണ്ടായിരുന്ന സയ്യിദ് ഫضل കോയമ്മ തങ്ങൾ റഹിമഹുല്ലാഹ്, അല്ലാഹു അവരുടെയും മറ്റ് സാദാത്തുക്കളുടെയും ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങൾ, മാതാപിതാക്കളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയോ അവർക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. നൂറെ മദീന എന്ന പേരിലാണ് ഇന്ന് ഈ വേദി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഹബീബായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടാണ് മഗ്രിബ് മുതൽ ഈ സമയം വരെ ഈ സദസ്സ് സജീവമായിരുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
ഓരോ കാലത്തും വായിക്കേണ്ടത് കാലത്തിന്റെ വികാസങ്ങൾക്കും സമൂഹത്തിന്റെ അവസ്ഥകൾക്കും അനുസരിച്ചുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശങ്ങൾക്ക് എല്ലാ കാലത്തെയും ഉൾക്കൊള്ളാനുള്ള വിശാലതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖുർആൻ പരിചയപ്പെടുത്തിയത് എല്ലാ കാലത്തെയും വികാസങ്ങൾക്കനുസരിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ആശയങ്ങളുടെ പ്രവാചകനായിട്ടാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു പുരുഷന്റെയും പിതാവല്ല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കളാരും പ്രായപൂർത്തിയാകുന്നത് വരെ ജീവിച്ചിരുന്നിട്ടില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ ഒരാൾ പറയപ്പെടേണ്ടതുപോലെ പറയപ്പെടേണ്ട ആളല്ല. സാധാരണ ഒരാളെ പരിചയപ്പെടുത്തൽ ഇന്നയാളുടെ മകൻ, ഇന്നയാളുടെ വാപ്പ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയേണ്ടത് അങ്ങനെയല്ല. ഇവിടെ നമ്മൾ താജുൽ ഉലമ തങ്ങളുപ്പാപ്പയുടെ മകൻ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇന്നയാളുടെ വാപ്പ എന്ന് പരിചയപ്പെടുത്തി. അതുപോലെ കേവലമായി പറയപ്പെടേണ്ട ആളല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ആരാണ്? വലാകിർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലാകും. അല്ലാഹുവിന്റെ റസൂൽ ആകുന്നു എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു സൃഷ്ടിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പദവിയാണ് റിസാലത്തിന്റെ പദവി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു മേലെ ഒരു പദവി സൃഷ്ടികൾക്ക് നൽകിയിട്ടില്ല. ഏറ്റവും വലിയ പദവി റസൂൽ എന്ന പദവിയാണ്. ആ റസൂലുമാരിൽ തന്നെ ഏറ്റവും ഉന്നത പദവി നൽകപ്പെട്ട നേതാവാണ് അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഭാഗത്തേക്ക് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നില്ല. പിന്നെ ഒന്നുകൂടി പരിശുദ്ധ ഖുർആൻ പറയുന്നു, വഖാതമൻ നബിയ്യീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാതമുൻ നബിയ്യീനാണ്. കേവലം ഒരു റസൂലല്ല, കേവലം ഒരു നബിയല്ല, കേവലം ഒരു ദൂതനല്ല. എല്ലാ പ്രവാചകന്മാരുടെയും അവസാനത്തെ അല്ലെങ്കിൽ അവസാനം നിയോഗിക്കപ്പെട്ട നബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാതെ ഒരു നബിയെയും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കുമായി അല്ലാഹു നിയോഗിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് വന്ന എല്ലാ നബിമാരുടെയും പ്രധാനപ്പെട്ട ദൗത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുക എന്നതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്
ബാക്കി എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു നിയോഗിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ലോകത്തിന്റെ അതിഥി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ലോകത്തെ മുഴുവനും ആയി നിയോഗിക്കപ്പെട്ടവർ. ബാക്കി എല്ലാ നബിമാരും നിശ്ചിത കാലത്തേക്കോ ദേശത്തേക്കോ വന്നവരാണ്. അവരോടെല്ലാം അല്ലാഹു തആല പറഞ്ഞു, നിങ്ങളുടെ കാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നാൽ നിങ്ങളുടെ ഡ്യൂട്ടി അവസാനിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ കൂടിക്കൊള്ളണം. അപ്പൊ യഥാർത്ഥത്തിൽ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട ഒരാൾ എന്ന് പറയാവുന്ന വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉള്ളൂ. അതുകൊണ്ടാണ് ബൂസീരി ഇമാം തങ്ങൾ പറഞ്ഞത്, വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു ഓർഫം മിനൽ ബഹരി ഔ റശ്ഫം മിനദ്ദിയമി. എല്ലാ പ്രവാചകന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തത്വജ്ഞാനത്തിൽ നിന്നും ഒരൽപ്പം വീതം സ്വീകരിച്ചുകൊണ്ടാണ് ഓരോ കാലത്തെയും ജനങ്ങളെ നയിച്ചത്. മൂസ അലൈഹിസ്സലാം ആ ജനതയെയും ഫറോവയുടെ ജനതയെയും മുഴുവനും നയിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമിൽ നിന്നും ഹിക്മത്തിൽ നിന്നും ഒരൽപ്പം സ്വീകരിച്ചു കൊണ്ടുപോയാണ് ആ കാലത്തെ മുഴുവൻ ലീഡ് ചെയ്തത്. ഈസ അലൈഹിസ്സലാം ഇസ്രായേലിനെ മുഴുവനും നയിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവിൽ നിന്നും ആത്മീയതയിൽ നിന്നും ഒരൽപ്പം എടുത്തുകൊണ്ടാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ ജനതയെ നയിച്ചത് അതുപോലെയാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ലോകത്തേക്ക് മുഴുവനായും നിയോഗിക്കപ്പെട്ട ഒരാൾ. വേറെ ആരും ഈ ലോകത്തിന് മുഴുവനായും ഒരു ദൂതനായി നിയോഗിക്കപ്പെട്ടിട്ടില്ല. അവ യഥാർത്ഥത്തിൽ ദൂതൻ ആരേ ഉള്ളൂ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളൂ. മറ്റുള്ളവരൊക്കെ അമ്പിയാക്കളും മുർസലീങ്ങളും ആയിരിക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ വന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ നബിയ്യ ബഅദി വഅനൽ ആഖിർ, ഞാൻ അവസാനത്തെ ആളാണ്, എനിക്കു ശേഷം ഒരു നബിയില്ല. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, അവിടുന്ന് അവ്വലും ആഖിറും ലാഹിറും ബാത്തിനുമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് അല്ലാഹുവിന്റെ വിശേഷണങ്ങളല്ലേ? അവ്വൽ, ആഖിർ, ലാഹിർ, ബാത്തിൻ, ഇതെല്ലാം അല്ലാഹുവിന്റെ വിശേഷണങ്ങളല്ലേ? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഈ വിശേഷണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തങ്ങൾക്കൊരു സലാം അറിയിക്കാൻ അല്ലാഹു എന്നെ ഏൽപ്പിച്ചു വിട്ടതാണ്. അന്തൽ അവ്വലു, ആദ്യം അല്ലാഹു പടച്ചത് അവിടുത്തെ നൂറിനെയാണ്, തങ്ങളെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞു, അന നബിയ്യുൻ വആദമു മുൻജദിലുൻ ഫീ ത്വീനതിഹി, ആദം അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പിന്റെ ഘട്ടത്തിൽ തന്നെ ഞാൻ അല്ലാഹുവിന്റെ നബിയാണ്, അല്ലാഹു എനിക്ക് നബുവത്ത് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ആദം അലൈഹിസ്സലാമിന് തന്നെ തൗബ ചെയ്യാൻ അർശിന്റെ കമാനങ്ങളിൽ കണ്ട പേര് മുഹമ്മദുൻ റസൂലുള്ളാഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. അൽ ആഖിർ എന്ന് പറയാനുള്ള കാരണം നിയോഗത്തിൽ അവസാനത്തെ നബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഒരു നബിയെയും നിയോഗിക്കാനില്ല, ഒരു റസൂലിനെയും നിയോഗിക്കാനില്ല.
അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാതമുൻ നബിയീനാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെട്ട അറബ് ജനതയ്ക്ക് മാത്രമുള്ള ഗൈഡൻസ് അല്ല, പുതിയ കാലത്തെയും മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം പറയേണ്ട നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂലുള്ളാഹി. സ്വലാത്ത് ചെല്ലല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഇവിടെ സമാധാനത്തോടു കൂടി ഇരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, താജുൽ ഉലമാ ഉപ്പാപ്പയുടെ ഉറൂസിന്റെ മജ്ലിസിൽ ഇരിക്കുമ്പോൾ നമ്മൾ ലോകത്തെ കുറിച്ചൊന്ന് ആലോചിച്ചാൽ നമുക്കിവിടെ മനസ്സമാധാനത്തോടെ ഇരിക്കാൻ കഴിയില്ല. ഏതാണ്ട് 45,000-ലേറെ പാവങ്ങൾ ഫലസ്തീനിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഫലസ്തീനിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ലബനാനിൽ 2000-ലേറെ ജനങ്ങൾ കൊല്ലപ്പെടുകയും മില്യണിലേറെ ആളുകൾ അവിടുന്ന് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അവരെല്ലാവരും ആരാണ്? ഏറ്റവും ചുരുങ്ങിയതവർ മനുഷ്യരാണെന്നെങ്കിലും കാണാനുള്ള മനസ്സ് വേണം നമുക്കും ലോകത്തിനും. ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്താണ്? പാവങ്ങളായ സിവിലിയന്മാരായ ആളുകളെ നിഷ്ഠൂരമായി കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അതിക്രൂരമായി കൊല ചെയ്ത് കളയുമ്പോൾ അരുത് കാട്ടാണെന്ന് പറയാൻ പറ്റുന്ന ഒരു ഭരണാധികാരി ലോകത്തില്ല എന്നത് ഈ ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമാണ്. ഇന്ന് ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ 45,000-ൽ പരം വരുന്ന പാവങ്ങളായ സാധാരണക്കാരെയാണ് ഫലസ്തീനിൽ കൊന്നുകളഞ്ഞത്. അരുത് എന്ന് പറയാൻ പറ്റുന്ന ഒരാൾ ലോകത്തില്ല എന്നത് ലോകത്തിന്റെ ഏറ്റവും വലിയ വേദനയാണ്. തുല്യതയില്ലാത്ത ആക്രമണങ്ങൾ, പേജർ ആക്രമണങ്ങളിലൂടെ ലബനാനിലും മറ്റും നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഈ അടയാളങ്ങളെ അറിയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. ആനുകാലിക വൃത്താന്തങ്ങളെ അറിഞ്ഞുകൊണ്ട് ആലോചനയിലേക്ക് വരേണ്ട കാലമാണിത്. നമ്മുടെ ഓരോരുത്തരുടെയും വായനകൾ നമുക്ക് ചില തിരിച്ചറിവുകൾ നൽകണം. നമ്മൾ ഏതോ ഒരു ലോകത്ത് ജീവിക്കുകയാണ്. നമുക്ക് ക്ഷേമമെങ്കിൽ എന്തും ചെയ്യാമെന്ന വിചാരമേ നമുക്കുള്ളൂ. അതേ സമയത്ത് നമ്മുടെ സഹോദരങ്ങളാണ് അവിടെ മരിച്ചു വീഴുന്നത്. നമ്മുടെ ഉറ്റവരും ഉടയവരുമാണ് അവരെ കൊല ചെയ്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, മാസങ്ങളായി ഒരു പിടി ഭക്ഷണം കിട്ടിയിട്ട്, ഒരു റൊട്ടി കിട്ടിയിട്ട്, ഒടുവിൽ ഏതോ ഒരു ചാരിറ്റി സംഘടനയുടെ മുമ്പിൽ അവർ കൊണ്ടുവന്ന ഭക്ഷണപ്പൊതി വാങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴേക്ക് അവിടെയും ആക്രമണം നടത്തി കൊന്നുകളയുന്ന കശ്മലന്മാരുള്ള ഒരു കാലത്ത് അവരോട് അരുതെന്ന് പറയാൻ ആളില്ലാതെ പോയത് എത്ര വലിയ ദുരന്തമാണ്. നമ്മൾ ആലോചിക്കണില്ല. നമ്മൾ നമ്മുടെ ലോകത്തെ ചെറിയ ചെറിയ കാര്യങ്ങളുമായി ജീവിച്ചു പോവുകയാണ്. നമ്മളെല്ലാവരും അവനവന്റെ ചെറിയ അജണ്ടകളിൽ ഒതുങ്ങിയിരിക്കുകയാണ്. ലോകത്തിന്റെ ഗതി എങ്ങോട്ട് എന്ന് നമ്മൾ അറിയണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലാകിർ റസൂലുള്ളാഹി വ ഖാതമൻ നബിയീൻ, അന്ത്യനാൾ വരെയുള്ള ജനതയുടെ മുഴുവൻ സമസ്യകൾക്കും പരിഹാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിലുണ്ട്. അത് ശരിയായ വിധത്തിൽ പഠിക്കാൻ നമുക്ക് കഴിയണം. പശ്ചിമേഷ്യയെ ഇന്ന് ലോകം മുഴുവനും നോക്കിക്കൊണ്ടിരിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഫ്ലൈറ്റ് സർവീസുകൾ വരെ പല പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും നിർത്തിക്കഴിഞ്ഞു. ഈ രീതിയിൽ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഗോള രാഷ്ട്രീയം അപകടകരമായ മനുഷ്യക്കുരുതിയിലേക്ക് വരുമ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് പറഞ്ഞുകൊടുത്ത നീതിവാക്യങ്ങളെ
മാനുഷികമായ വിചാരങ്ങളെ, മാനവികമായ ചിന്തകളെ ഒന്നുണർത്താനും പറയാനും ഇവിടെ ആരാണുള്ളത്? അങ്ങനെ വരുമ്പോഴല്ലേ കാലോചിതമായി നമ്മൾ ദൗത്യം നിർവഹിച്ചു എന്ന് പറയാൻ കഴിയുക. നമ്മളേതോ ഒരു ലോകത്ത് ജീവിക്കുക, ചെറിയ ചെറിയ അജണ്ടകളിൽ, ചെറിയ ചെറിയ സ്വരങ്ങളിൽ നമ്മൾ ജീവിച്ചു പോവുകയാണ്. നമ്മളെപ്പോലെയുള്ള ആളുകളുടെ ജീവിതാവസ്ഥകളെ നമ്മൾ അറിയണില്ല, നമ്മൾ ആലോചിക്കണില്ല. ഈ പുതിയ കാലം എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് വലിയ ദൗത്യമുണ്ട്. ആ ദൗത്യം എന്താണ്? ഇസ്ലാമിന്റെ ശരിയായ മൂല്യങ്ങളെ ശരിയായ വിധത്തിൽ അവതരിപ്പിക്കേണ്ട കാലമാണിത്. ശരിയായ മൂല്യങ്ങളെ ശരിയായ വിധത്തിൽ അവതരിപ്പിക്കേണ്ട കാലം. മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅതി ഷഹീദ്. ഈ ഒരു കെട്ടകാലത്ത് നിങ്ങൾ സുന്നത്തുകളെ മുറുകെ പിടിക്കുകയും മൂല്യങ്ങളെ പരിപാലിക്കുകയും ചെയ്താൽ സ്വർഗത്തിൽ ഉന്നത പദവിയുള്ള 100 അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവാർപ്പണം നടത്തിയ രക്തസാക്ഷികളുടെ കൂലിയുണ്ടെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, ഓ പ്രിയമുള്ളവരെ, നമ്മൾ ശരിയായ അജണ്ടകളിലേക്ക് വരണം. കാലത്തെക്കുറിച്ച് ശരിക്കൊന്ന് വായിക്കണം. ഇന്നത്തെ അവസ്ഥകളെ കുറിച്ച് നമ്മളൊന്നറിയണം. അതാ ഫലസ്തീനിൽ നമ്മുടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്പിയാക്കൾക്ക് മുഴുവനും ഇമാമായി നിസ്കരിച്ച പള്ളി ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത് എത്രയെത്ര കുരുന്നുകളുടെ കബന്ധങ്ങളാണ് പൊട്ടിത്തെറിച്ച് കിടക്കുന്നത്, എത്രയെത്ര ശരീരങ്ങളാണ് പൊടിപൊടിയായി എത്രയെത്ര ാണ് തകർക്കപ്പെട്ടു പോയത്. ആവാസ വ്യവസ്ഥകൾ മുഴുവനും തകർന്ന് തരിപ്പണമായതിന്റെ ചാരത്ത് നിൽക്കുമ്പോഴും അതാ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് എല്ലാം തകർന്നു പോയ ഒരു സ്ഥലത്ത് ജുമുഅ നിസ്കരിക്കാൻ ഇടയില്ലാതെ തകർന്നു വീണ കല്ലുകൾ എടുത്ത് മിഹ്റാബാക്കി വെച്ച്, കുറച്ച് കല്ലുകൾ എടുത്ത് മിമ്പറാക്കി വെച്ച് ജുമുഅ നിസ്കരിക്കുന്നവരുടെ ചിത്രം നിങ്ങൾ കണ്ടില്ലേ? നമ്മുടെ ഉള്ളിൽ അത്തരം ഓർമ്മകളെ കുറിച്ച് എന്തെങ്കിലും ഒരു പ്രതികരണം വരുന്നുണ്ടോ സഹോദരാ? നമ്മൾ നമുക്കൊന്നുമില്ല എന്ന് വിചാരിച്ചിവിടെ ജീവിക്കുകയാണ്. നമ്മളെ ഒന്നും ബാധിക്കണില്ല എന്ന് വിചാരിച്ചിവിടെ ഇരിക്കുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് ഫലസ്തീനികളും ലബനാനികളുമായ ഈ സമുദായത്തിന്റെ മക്കൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യാനെങ്കിലും എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ സഹോദരാ? ഈ കലാപങ്ങളും കാലുഷ്യങ്ങളും ഒരു സ്ഥലത്ത് അവസാനിക്കാനുള്ളതല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകി, അന്ത്യനാൾ അടുക്കുമ്പോൾ ലോകത്തിന്റെ എല്ലാ ദിക്കുമുക്കുകളിലും നാശങ്ങൾ വരും. അവസാനം അൽ ഹറജ് അൽ ഹറജ് അൽ ഹറജ്. സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് നബിയേ ഇത്? എന്താണ് ഇവിടെ വരാൻ പോണത്? എന്താണ് ഇവിടെ സംഭവിക്കാൻ പോണത്? കൊലപാതകം തന്നെ കൊലപാതകം. മൂല്യങ്ങളെല്ലാം നശിച്ചുപോയ ഒരു കാലത്ത് ജീവന് മൂല്യമില്ല, മാനത്തിന് മൂല്യമില്ല, കടപ്പാടുകൾക്ക് പ്രസക്തിയില്ല, ബന്ധങ്ങൾക്ക് പ്രാധാന്യമില്ല. എല്ലാവരും അവരവരുടേതായ ഒരു റിജിഡ്, സങ്കുചിതമായ ഒരു ലോകത്ത് ജീവിക്കുകയാണ്. അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ വിശാലമായ ലോകത്തേക്ക് വരണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? വലാകിർ റസൂലല്ലാഹ് വഖാതമൻ നബിയ്യീൻ. അന്ത്യനാൾ വരെയുള്ള ജനങ്ങളുടെ ഏതു പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുന്ന നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്.
നമ്മൾ ഇന്ന് അഹ്ലുബൈത്തിന്റെ ബഹുമാനം പറയുന്നത് ഈ അഹ്ലുബൈത്തിനോട് നമുക്ക് വലിയ ഒരു കടപ്പാടുണ്ട്. ആ കടപ്പാടിന്റെ ഒരു പ്രകാശനമാണ് താജുൽ ഉലമാ തങ്ങൾ ഉപ്പാപ്പയുടെ ഇവിടെ വന്നിട്ടുള്ളത്. അതിൽ ഒരു കടപ്പാട് എന്താണ്? ലാ അസ്അലുക്കും മിൻ അജ്രിൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. നിങ്ങൾക്ക് ഞാൻ ശരിയായ ഒരു വഴിയും ഒരു മാർഗവും കാണിച്ചു തന്നു. അതിന് നിങ്ങളോടൊരു പ്രതിഫലവും ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങളാകെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അൽ മവദ്ദതു ഫിൽ ഖുർബാ. എന്റെ കുടുംബത്തെ നിങ്ങളൊന്ന് സ്നേഹിക്കണേ. നിങ്ങൾക്ക് ശരീഅത്തിനെ തന്നു, നിങ്ങൾക്ക് ഇസ്ലാമിനെ തന്നു, നിങ്ങൾക്ക് ഖുർആൻ എത്തിച്ചു തന്നു. ലോകത്തുള്ള എല്ലാ മതദർശനങ്ങളെയും മറികടക്കാൻ പറ്റുന്ന മൂല്യങ്ങളെ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നു. അതിന് നിങ്ങളോട് ഒരു പ്രതിഫലവും ഞാൻ ചോദിക്കണില്ല. അൽ മവദ്ദതു ഫിൽ ഖുർബാ. എന്റെ കുടുംബത്തെ നിങ്ങളൊന്ന് പരിഗണിക്കണം. ഈ ഒരു കാര്യമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. നേരത്തെ ഇവിടെ താജുൽ ഉലമാ ഉപ്പാപ്പയുടെ പേരിലുള്ള സ്ഥാപനത്തിന്റെ മാസവരിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉസ്താദ് അവറുകൾ ഉപയോഗിച്ച ചില വാക്കുകളുണ്ട്. മഹാനരായ താജുൽ ഉലമാ തങ്ങളോട് ഉള്ള സ്നേഹം, അവിടുത്തോടുള്ള ആദരവ്, അവിടുത്തോടുള്ള അനുകമ്പ, അത് നിങ്ങൾക്ക് അടയാളപ്പെടുത്താനുള്ള നല്ല ഒരവസരമാണ്. എല്ലാ മാസവും മഹാനവറുകളുടെ ചാരത്ത് അവിടുത്തെ പേരിൽ സ്ഥാപിതമായ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഭക്ഷണത്തിലേക്ക്, ചിലവിലേക്ക് ഒരു ചെറിയ വരിസംഖ്യയെങ്കിലും നൽകുക. എല്ലാ മാസവും അതിന്റെ ഭാഗമാവുക. നിങ്ങളുടെ കയ്യിൽ അതിന്റെ കൂപ്പൺ ലഭിക്കും. കേവലം നിങ്ങളത് വാങ്ങിയാൽ പോരാ, കഴിയുന്നത്ര കൂപ്പണുകൾ വാങ്ങി കഴിയുന്നത്ര ആളുകളെ സ്ഥിരമായി മഹത്തായ സ്ഥാപനത്തെ സഹായിക്കുന്നവരാക്കണം. അവരുയർത്തിപ്പിടിച്ച ആശയത്തെ, അഖീദയെ, ആത്മീയതയെ പുതിയ ലോകത്തേക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന പണ്ഡിതന്മാർ ഇവിടുന്ന് പഠിച്ചിറങ്ങണം. അതിനുവേണ്ടിയുള്ള വലിയ ദൗത്യമാണിത്. നമ്മളെല്ലാവരും അതിന്റെ ഭാഗമാവണം. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തോട് നമുക്കുള്ള സ്നേഹം അടയാളപ്പെടുത്താനുള്ള ഒരു മാർഗമാണിത്. ഇനി ലോകം മുഴുവനും നാശത്തിലേക്ക് പോയാൽ എല്ലായിടത്തും യുദ്ധത്തിന്റെ കാർമേഘങ്ങളാണ്, എവിടെയും രാഷ്ട്രീയപരമായ അസ്ഥിരതയാണ്. ഇനി വിശ്വാസികൾക്ക് പ്രതീക്ഷയുള്ള ഒരു ദിവസം ഏതാണ്? അതും ഒരു അഹ്ലുബൈത്തിന്റെ ആഗമനമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കൊരു പ്രതീക്ഷയായി വരാനുള്ള ആള് ആരാണ്? വേറെ ആരുമല്ല, അൽ മഹ്ദിയുൽ മുൻതളർ. ലോകം മുഴുവനും പ്രതീക്ഷിക്കുന്ന ഇമാം മഹ്ദിയാണ്. അൽ മഹ്ദിയു മിൻ ഇത്രതി. ഇനി ലോകത്ത് മുസ്ലിമീങ്ങൾക്കൊരു നീതിനിഷ്ഠയുള്ള കാലം വരാൻ, ഈ ലോകത്തിന് മുഴുവനും സമാധാനത്തിന്റെ പൂർണ്ണമായ വിലാസമടയാളപ്പെടുത്താൻ ഒരാഗമനം നടക്കാനുണ്ട്. ആരുടെ ആഗമനമാണ്? അത് വേറെ ആരുടെയുമല്ല, ഇമാം മഹ്ദി തങ്ങളുടെ ആഗമനമാണ്. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൽ മഹ്ദിയു മിൻ ഇത്രതി. ഇമാം മഹ്ദി എന്റെ അടുത്ത കുടുംബക്കാരനാണ്. മിൻ വലദി ഫാത്തിമ. എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമയുടെ മക്കളിൽപ്പെട്ട മകനാണ്. ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു തന്നെ പറയുകയാണ്. അതേ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലൗലം യബ്ഖ മിനദ് ദുനിയാ ഇല്ലാ യൗം. ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എങ്കിലും നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെടാനുള്ള ഒരാളുണ്ട്. അത് ഇമാം മഹ്ദിയാണ്. അതാ വഹുവ മിൻ അഹ്ലി ബൈത്തി.
എന്റെ പേരുള്ള എന്റെ നാമമുള്ള ഒരാള് വരാനുണ്ട്. യുവാത്തു ഇസ്മഹു ഇസ്മീ വസ്മു അബീ ഇസ്മ അബീ. എന്റെ പേരുള്ള എന്റെ വാപ്പയുടെ പേരാണ് അദ്ദേഹത്തിന്റെയും വാപ്പയുടെ പേര്. യംലഉൽ അർള ഖിസ്തൻ വഅദ്ലാ കമാ മുലിഅത് ളുൽമൻ വജൗറാ. ലോകം മുഴുവനും അനാശാസ്യതകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ, അപകടങ്ങൾ കൊടുകുത്തി വാഴുമ്പോൾ, ഇന്നത്തെ വർത്തമാന ലോകത്ത് സദാചാരത്തിന് വല്ല പ്രാധാന്യവുമുണ്ടോ സഹോദരന്മാരെ? നമ്മുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കലാലയങ്ങളുടെ അവസ്ഥ എന്താണ്? സദാചാരങ്ങൾക്ക് യാതൊരു മൂല്യവുമില്ല. മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും വ്യഭിചാരത്തിന്റെയും കേന്ദ്രങ്ങളായി കലാലയങ്ങൾ മാറുന്ന ഒരു കാലം. എവിടെ നിന്നാണോ കുട്ടികൾക്ക് സംസ്കാരമുണ്ടാവേണ്ടത് അവിടെ മുഴുവനും അസാംസ്കാരികതയുടെ ആലയങ്ങളായി മാറുന്ന കാലം. എവിടെ നിന്നാണോ നമ്മുടെ തലമുറ പ്രബുദ്ധരാവേണ്ടത് അവിടെ ചെല്ലുന്ന കുട്ടികൾ എല്ലാ പ്രബുദ്ധതയും പണയം വെക്കുന്ന കാലം. കുട്ടികൾ നന്നായി വിദ്യാഭ്യാസം നേടിയിട്ട് പ്രബുദ്ധരാവണം. ആ പ്രബുദ്ധരാവേണ്ട കലാലയങ്ങൾ മുഴുവനും ഇന്ന് അനാശാസ്യതകൾ നിറയുകയാണ്. എല്ലാ കലാലയങ്ങളുടെയും പിന്നാമ്പുറങ്ങളിൽ അനാവശ്യങ്ങളുടെ നിഴലുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലം. എവിടെ നിന്നാണ് ഈ ജനത നന്നാവേണ്ടത്? ഏത് അധികാര കേന്ദ്രങ്ങളിലും ആക്രമണങ്ങളും നീതി നിഷേധങ്ങളും നടപ്പിലാകുന്ന ഒരു കാലം. അവകാശങ്ങൾ ലഭിക്കേണ്ട കേന്ദ്രങ്ങളിൽ നിന്ന് ആക്രമണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലം. എന്തിനേറെ മാനുഷികമായി സമീപിക്കുന്നവരെപ്പോഴും മൃഗീയമായി വേട്ടയാടുന്ന കാലം. തന്റെ ഒരു തൊഴിലാളിയോട് മാനുഷികമായി വിചാരിച്ച് അവന്റെ കുടുംബത്തോട് സമാധാനപ്പെടുത്താനും അവന്റെ ഡെഡ് ബോഡിയെങ്കിലും നൽകിയിട്ട് സമാധാനിക്കാനും ശ്രമിച്ചവൻ പ്രതിയാക്കപ്പെടുകയും നിയമത്തിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന പുതിയ കാലം. ഇതിനെയൊക്കെ എന്താണ് നമ്മൾ പറയുക? എവിടേക്കാണ് മനോഗതികൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? എല്ലാവരും കൈയൊഴിഞ്ഞ് വയനാട്ടിലെ പ്രളയത്തിലേക്ക് മീഡിയകൾ മുഴുവനും പോയപ്പോഴും നഷ്ടപ്പെട്ടു പോയ അർജുനനെ തേടി എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയും എല്ലാവരും ഗംഗാവലിയുടെ താഴത്ത് നിൽക്കുമ്പോൾ അവിടെയുള്ള ഒരു പൊതുപ്രവർത്തകനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ എവിടെ പോയി തേടാനാണ്? മീഡിയകൾ ഈ വിഷയത്തെ കത്തിച്ചു കൊണ്ടുവന്നു. ഇതിപ്പോ എവിടെ വെക്കണമെന്ന് അവർക്കും അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല. അങ്ങനെ എല്ലാവരും ആശങ്കയിൽ നിൽക്കുമ്പോഴാണ് വയനാട്ടിൽ പ്രളയം ഉണ്ടായത്. അപ്പൊ എല്ലാ മീഡിയകളും നിയമ സംവിധാനങ്ങളും അങ്ങോട്ട് പോയി. അത്രയേ ഉള്ളൂ മീഡിയകൾക്ക്. ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ എല്ലാവരും വിട്ടേച്ചു പോയപ്പോഴും ഒരു മനുഷ്യന് വേണ്ടി നിന്ന മനുഷ്യൻ, ഒരു തൊഴിലാളിക്ക് വേണ്ടി നിന്ന മുതലാളി, ഒടുവിൽ ഇന്ന് ജാമ്യമില്ലാ വകുപ്പുകളിലെ പ്രതി ചേർക്കപ്പെടുന്ന സാമൂഹിക രാഷ്ട്രീയ അവസ്ഥ. എവിടെയാണ് നമ്മുടെ സമൂഹത്തിന്റെ മാനവിക മൂല്യങ്ങൾ? എവിടെയാണ് സദാചാര വിചാരങ്ങൾ? നമ്മൾ കൃത്യമായി ആലോചിക്കേണ്ട സമയമാണ്. ഏതായാലും ഇങ്ങനെ എവിടെ നോക്കിയാലും നീതിയും ന്യായവും അപഹരിക്കപ്പെടുന്ന ഒരു കാലത്ത്, അന്യായങ്ങൾക്ക് അധികാരം കിട്ടിക്കൊണ്ടിരിക്കുന്ന കാലത്ത്, സത്യവും ധർമ്മവും എല്ലാം അവസാനിച്ചൊരു സത്യാനന്തര കാലത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പ്രതീക്ഷയായി വരാനുള്ളത് എന്റെ കുടുംബമാണ്. എന്റെ കുടുംബത്തിൽ നിന്നൊരാള് വരാനുണ്ട്. ഇസ്മുഹു ഇസ്മീ വസ്മു അബീ ഇസ്മു അബീ. അവിടുത്തെ പേര് എന്റെ പേരാണ്, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് എന്റെ പിതാവിന്റെ പേരാണ്.
യംലഉൽ അർള ഖിസ്തൻ വഅദ്ലാ. ലോകം മുഴുവനും നീതി നടപ്പിലാക്കാനുള്ള ഒരു നേതാവ് വരാനുണ്ട്. ആ വരുന്ന കാലം കമാ മുലിഅത് ളുൽമൻ വജൗറാ. ആക്രമണങ്ങളാലും അനാവശ്യങ്ങളാലും നിറഞ്ഞിരിക്കുന്ന ഒരു കാലത്ത് നീതി കൊണ്ട് ലോകത്തെ നിറയ്ക്കാനുള്ള ഒരാള് വരാനുണ്ട്. അതും ഈ അഹ്ലു ബൈത്തിൽ നിന്നാണ്. മിൻ ഇത്രതി. അപ്പൊ ഏത് കാലത്തും അഹ്ലു ബൈത്ത് രക്ഷയുടെ കപ്പലാണ്. ഏത് കാലത്തും അഹ്ലു ബൈത്ത് സമാധാനത്തിന്റെ കവാടമാണ്. ഈ ഉമ്മത്തിന് ഓടിച്ചെല്ലാനുള്ള അഭയസ്ഥാനങ്ങളാണ്, ആശ്രയങ്ങളാണ്. മുഅ്മിനീങ്ങളെ, അതുകൊണ്ടാണ് അഹ്ലു ബൈത്തിനെ തേടി ഇവിടെയുള്ള മുഅ്മിനീങ്ങൾ മുഴുവനും വരുന്നത്. അവര് നമുക്കുള്ള അഭയകേന്ദ്രമാണ്. ലോകത്തിന് മുഴുവനും തണലായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ ഖാതമുൻ നബിയീനാണെന്ന് പറഞ്ഞാൽ പുതിയ കാല സമസ്യകൾക്കും പരിഹാരമാണ്. ഞാൻ ആ വിഷയത്തിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. ഇത് പറയുമ്പോൾ എന്റെ കൽബിന്റെ ഉള്ളിൽ നിന്ന് ചില ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞില്ലേ ഫലസ്തീനിലെ പാവപ്പെട്ട കുരുന്നുകൾ? കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ 45,000-ലേറെ നിരപരാധികളെ കൊന്നുതള്ളിയതിന്റെ ക്രൂരമായ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിൽ സോഷ്യൽ മീഡിയയിലൂടെ വന്നപ്പോ ഏതെങ്കിലും ഒരു ദിവസം ആ കാഴ്ച കണ്ടതിന്റെ പേരിൽ നമുക്ക് ഭക്ഷണം മുടങ്ങിയിട്ടുണ്ടോ കൂട്ടുകാരാ? ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഭക്ഷണം എടുത്തു വെച്ചപ്പോൾ ആ ഭക്ഷണത്തിനു വേണ്ടി ക്യൂ നിന്ന മക്കൾ പൊട്ടിത്തെറിച്ച രംഗമോർത്തിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒരാശങ്കയെങ്കിലും. നിങ്ങൾ എല്ലാ ദിവസവും സുഖമായി ഉറങ്ങുന്നുണ്ടോ? ലോകത്തെ ഒരു കാഴ്ചകളും നിങ്ങളെ വേദനിപ്പിക്കുന്നില്ലേ എന്ന് നമ്മളോട് നമ്മൾ തന്നെ ചോദിക്കേണ്ട കാലം. എങ്ങനെയാണ് നമുക്കെന്നും ഉറക്കു വരുന്നത്? എങ്ങനെയാണ് നമുക്കെന്നും ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഖുദ്സിന്റെ ചാരത്ത് മൃതശരീരങ്ങൾ മയ്യത്തുകൾ കൊന്നുകൂടിയിട്ട് വാപ്പാന്റെ മയ്യത്തിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ്? അതല്ല, തൊട്ട് മുമ്പിൽ ജീവനോട് പടഞ്ഞുകൊണ്ടിരിക്കുന്ന 14കാരനോട് പൊട്ടിയൊലിക്കുന്ന തലയിലെ ചോര തടകി മാറ്റിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുത്ത കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടില്ലേ? ഒരല്പസമയമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ അത് നിന്നിട്ടുണ്ടോ? ഒരല്പസമയമെങ്കിലും ആ കാഴ്ച നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. യഥാർത്ഥത്തിൽ ഇന്ന് ജീവിക്കുന്നവർ നമ്മളല്ല, ഫലസ്തീനിലെ മക്കളാണ് ജീവിക്കുന്നവർ. അവരാണ് ഇന്ന് ലോകത്ത് ഈമാനിന്റെ അടയാളം രേഖപ്പെടുത്തുന്നവർ. ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന നമ്മളെ കണ്ടിട്ട് ഇവിടെ ആരും നന്മയുടെ പ്രസ്ഥാനത്തിന്റെ മൂല്യം അറിയണില്ല. ഇത്രയെല്ലാം ആളുകൾ കൊല ചെയ്യപ്പെടുകയും എല്ലാം നശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ട് ഫലസ്തീനിലെ ഏതെങ്കിലും ഒരു കുഞ്ഞ്, ഫലസ്തീനിലെ ഏതെങ്കിലും ഒരു കുരുന്ന് ഒരു ഇസ്രായേൽ പട്ടാളക്കാരന്റെ മുമ്പിൽ പോയിട്ട് എന്നെ ഒന്ന് രക്ഷിക്കണേ, ഞാൻ എന്റെ മതത്തിൽ നിന്ന് മാറുകയാണ് എന്ന് പറഞ്ഞ ഒരു ചെറിയ റിപ്പോർട്ടെങ്കിലും എവിടെ നിന്നെങ്കിലും നിങ്ങൾ കേട്ടോ? എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് നടക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ സഹോദരിമാർ ആരെങ്കിലും ലോകത്തിന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് പറഞ്ഞോ, ഞങ്ങൾക്കിനി മതം വേണ്ട, ഞങ്ങൾക്ക് ഈ രാജ്യം വേണ്ട, ഞങ്ങൾക്ക് കേവലം ജീവൻ മതി എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു റിപ്പോർട്ട്, ഏതെങ്കിലും ഒരു മീഡിയ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നോ? ഈ പറഞ്ഞത് ചെറിയ കാര്യമാണോ? അവരുടെ ഉള്ളിൽ ഈമാൻ ആഴ്ന്നു കിടക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ മുഴുവനും സോഷ്യൽ മീഡിയയിൽ വന്നത് അതാ ഫലസ്തീനിന്റെ മുമ്പിൽ എല്ലാം തകർന്നു കിടക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട്
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചൊല്ലുന്ന ആയിരങ്ങളല്ലേ ഫലസ്തീനിൽ നിന്ന് ത്വലഅൽ ബദറു അലൈനാ മിൻ സനിയാതിൽ വദാ വജബ ശുക്റു അലൈനാ എവിടെന്നാണ് അവർ ചൊല്ലുന്നത്? എല്ലാം തകർന്നു കിടക്കുന്ന ഭൂമികയിൽ നിന്ന് അവർ ചൊല്ലുകയാണ് മദ്ഹു റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് ചൊല്ലുക. ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണെന്നറിയോ? നമുക്ക് ജീവിതത്തിന്റെ എല്ലാ സൗകര്യങ്ങളും റെഡിയായപ്പോ നമുക്ക് ജുമാ നിസ്കരിക്കാൻ നേരല്ല. ജുമയ്ക്ക് വന്നാൽ തന്നെ ഖുത്ബ തുടങ്ങി കഴിയുമ്പോൾ വരും, സലാം വീട്ടിയാൽ ഉടനെ നമുക്ക് ആത്മീയ മജ്ലിസുകളിൽ വരാൻ നേരല്ല. നമ്മൾ ജീവിതത്തിന്റെ തിരക്കിലാണ്. നമ്മൾ ആത്മീയമായ കാര്യങ്ങളിൽ ഇടപെടാൻ നേരല്ല. ഇങ്ങനെ നമ്മൾ മതത്തിനും ദീനീ കാര്യങ്ങൾക്കും സമയം കൊടുക്കാൻ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ നമ്മുടെ ഇടയിലേക്കും പരീക്ഷണങ്ങൾ വരും, നമ്മുടെ മുമ്പിലേക്കും പരീക്ഷണങ്ങൾ വരും. അത് നമ്മൾ ആലോചിക്കണം. നമ്മൾ വിചാരിക്കും ഇവിടെ എന്നും സേഫാണ്, ഇവിടെ എന്നും സുരക്ഷിതാണ്, ഇവിടെ ഒരു പ്രശ്നമില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരുപാട് പരീക്ഷണങ്ങൾ വരാനുള്ള വഴികൾ നിങ്ങളുടെ മുമ്പിൽ സാമ്പിൾ തന്നു. ഒരു ഭാഗത്തെ കലാപം കൊണ്ട് നശിപ്പിക്കപ്പെടുന്ന നാടുകൾ, വേറെ ഒരു ഭാഗത്ത് പ്രകൃതി ദുരന്തങ്ങളാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. വയനാട്ടിലെ ചൂരൽമലയിൽ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ ഒരു ഗ്രാമമുണ്ടായിരുന്നു എന്ന് പറയേണ്ട വിധം ആ നാട് മുഴുവനും ഒരു നിമിഷം കൊണ്ട്, ഒരു രാത്രി കൊണ്ട് ഇല്ലാതെയായി. അല്ലാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്, അഫഅമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. ഒരു നാട് മുഴുവനും ഒരു രാത്രിയിൽ ഇല്ലായ്മ ചെയ്യപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ സുരക്ഷിതരാണോ? അല്ലാഹുവിന്റെ തീരുമാനം വന്നാൽ ഈ നാടുകൾ മുഴുവനും ഇല്ലാതെയാകാൻ ഒരു നിമിഷത്തിന്റെ ആവശ്യമില്ല. അത് നിങ്ങൾക്കൊരു ടെസ്റ്റായി വയനാട് എന്ന് കാണിച്ചു തന്നു. നമ്മുടെ ഓർമ്മകളിൽ അത് വല്ലതും ഉണ്ടോ? ഇല്ല. നിങ്ങളെ ഉണർത്താൻ ഒരുപാട് പാഠങ്ങൾ തരുന്നുണ്ട്. കോവിഡ് കാലം നമ്മളിൽ കടന്നുപോയി എന്നത് നമ്മൾ പൂർണ്ണമായും മറന്നു. പ്രളയത്തിന്റെ കാലം നമ്മളെ അപകടപ്പെടുത്തി എന്നത് നമ്മൾ പൂർണ്ണമായും മറന്നു. ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളെ നമ്മൾ പൂർണ്ണമായും മറന്നു. ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. അങ്ങ് പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഇവിടെയുള്ള മീഡിയകൾക്ക് പോലും നേരമില്ല. ചെറിയ ചെറിയ വിഷയങ്ങൾ കത്തിച്ചു പിടിക്കുകയല്ലാതെ ആയിരക്കണക്കിന് ജനങ്ങൾ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുന്നത് മാന്യമായി റിപ്പോർട്ട് ചെയ്യാൻ പോലും ലോകത്തെ മീഡിയകൾ തയ്യാറാവുന്നില്ല. സോഷ്യൽ മീഡിയ കൂടി ഇല്ലെങ്കിൽ ഇവിടെ ആരും അറിയില്ല. എല്ലാ മീഡിയകളും അസ്തമിച്ചു നിൽക്കുന്ന ഒരു കാലത്ത് മാനുഷികമായ മൂല്യങ്ങൾ മുഴുവനും ഇല്ലായ്മ ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ശരിയായ മതത്തിന്റെ മൂല്യത്തിലേക്ക് വരണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളിലേക്ക് വരണം. വിശ്വാസം സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ മറുപടിയേ ഉള്ളൂ. അത് പറഞ്ഞു ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹാ. ഈ സമുദായത്തിന്റെ അവസാന ഭാഗം രക്ഷപ്പെടണമെങ്കിൽ ഇതിന്റെ ആദ്യ ഭാഗം എന്തുകൊണ്ടാണോ രക്ഷപ്പെട്ടത് അതുകൊണ്ടല്ലാതെ ഈ സമുദായത്തിന്റെ അവസാന ഭാഗത്തുള്ളവർ രക്ഷപ്പെടൂല. ആദ്യ ഭാഗത്തുള്ള ആളുകൾ രക്ഷപ്പെട്ട ഏറ്റവും വലിയ പ്രമേയം ഏതാണ്? മഹബ്ബത്തു റസൂലില്ലാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്
ഈ ഉമ്മത്തിന്റെ ആദ്യപാദം അഥവാ അസ്ഹാബും താബിഈങ്ങളും മുഴുവനും ജയിച്ചത് ലിഹുബ്ബിഹിം ലിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്. അതല്ലേ ബദറിന്റെ തലേന്ന് മഹാന്മാരായ സ്വഹാബികൾ പറഞ്ഞത് ലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. ലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ, അല്ലയോ പ്രവാചക പ്രഭോ, ഞങ്ങൾ കോടി വന്ന് അഭയം തേടാൻ അവിടുന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇമാം ബുഖാരി ഉദ്ധരിച്ചതാണ്, സ്വഹാബത്ത് പറഞ്ഞ കാര്യമാണ്. ലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ, ഞങ്ങൾ കോടി വന്ന് അഭയം തേടാൻ അവിടുത്തെ സാന്നിധ്യമേ ഉള്ളൂ. അതപ്പോഴുള്ള അവരുടെ അവസ്ഥയാണ്. എന്നാൽ തുടർന്നവര് പറയുന്ന കാര്യം അവരുടെ മാത്രം കാര്യമല്ല, ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും കാര്യമാണ്. സ്വഹാബികൾ ആ കവിതയുടെ രണ്ടാം ഭാഗത്ത് പറഞ്ഞത് അതെന്താണ്? വഅൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി ലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ. അല്ലയോ ഹബീബായ തങ്ങളെ, ഞങ്ങൾ കോടി വന്ന ഭയം തേടാൻ തങ്ങളുടെ സന്നിധി അല്ലാതെ ഒരു സന്നിധിയില്ല. വഅൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. ജനങ്ങൾ അവരുടെ റസൂലിലേക്കല്ലാതെ വേറെ ആരുടെ അടുക്കലേക്കാണ് വരിക? റസൂലുമാരല്ലേ ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ അഭയം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇന്ന് ആലോചിക്കേണ്ടത്, ഈ കാണുന്ന മുഴുവൻ കാരുഷ്യങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷ വേണമെങ്കിൽ അസ്സൈറു വറുജൂഉ ഇലാ റസൂലില്ലാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മടങ്ങണം. അതല്ലാതെ ഒരു മാർഗവും ഇല്ല. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മടങ്ങുകയല്ലാതെ അത് കർമ്മം കൊണ്ടും മഹബ്ബത്ത് കൊണ്ടും ഇത്തിബാഉ കൊണ്ടും അൽ ഈമാനു യഅരിദു ഇലൽ മദീന കമാ തഅരിദുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. ഈമാൻ മദീനയിലേക്ക് മടങ്ങും, പാമ്പതിന്റെ മാളത്തിലേക്ക് മടങ്ങും പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തയും കർമ്മവും മദീനയിലേക്ക് വരണം. അപ്പോഴേ നമുക്ക് രക്ഷപ്പെടാനാവൂ. വേറെ ഒരു വഴിയും നമുക്കില്ല. മഹാന്മാരായ സ്വഹാബത്തിന്റെ ഏറ്റവും വലിയ യോഗ്യത എന്താ? സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സർവാത്മന അംഗീകരിച്ചു. സ്വഹാബത്തിന്റെ കാലത്ത് നിസ്കാരത്തിന്റെ ഫർള് 14 എന്ന് പറയുന്ന ഒരു പാഠപുസ്തകം ഇല്ല. സ്വഹാബത്തിന്റെ കാലത്ത് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം പഠിപ്പിക്കുന്ന കാലത്ത് വുളൂഇന്റെ ഫർള് 6 എന്ന് പറയുന്ന ഒരു പാഠപുസ്തകമില്ല. നോമ്പിന്റെ ഫർള് പറയുന്ന ഒരു പാഠപുസ്തകമില്ല. കാരണം എന്താണ്? അവരെല്ലാ നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത പോലെ ചെയ്യുന്നു, പറഞ്ഞ പോലെ അനുസരിക്കുന്നു. അവിടെ ഇന്നത് ഫർള് ഇന്നത് ശർത്ത് എന്ന് പറഞ്ഞൊരു പാഠപുസ്തകത്തിന്റെ ആവശ്യമില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അവർ നേരിട്ട് പകർത്തുകയാണ്, അവർ നേരിട്ട് പഠിക്കുകയാണ്. എല്ലാം തങ്ങൾക്കു തന്നെ. പാതിരാത്രിയുടെ പഴുതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വുളൂഇന്റെ വെള്ളം കൊണ്ടുവന്നു കൊടുത്ത മഹാനായ റബീഅത്ത് ബിൻ കഅബ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സൽ യാ റബീഅ,
രാത്രിയിൽ ഉദൂഇനുള്ള വെള്ളമെടുത്ത് ഉറക്കൊഴിഞ്ഞ് കാത്തിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്ത സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൽ യാ റബീഅ, എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോളൂ, നിങ്ങൾ എന്തും തരാൻ ഞാൻ റെഡിയാണ്. എന്തു വേണമെങ്കിലും തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ദുനിയാവിലെ സ്ഥാനവും കൊടുക്കാം, ആഖിറത്തിലെ സ്ഥാനവും കൊടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഭരണാധികാരിയാണ്. വേണമെങ്കിൽ അമീറായി, ഗവർണറായി ഒരു പദവി വേണമെന്ന് പറഞ്ഞാൽ തരാം. ഏത് വേണമെങ്കിലും ചോദിക്കാം. സമ്പാദ്യം വേണോ, സമ്പാദ്യം ചോദിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ കൊണ്ട് അതിസമ്പന്നന്മാരായ സ്വഹാബികളുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ കൊണ്ട് അതിസമ്പന്നന്മാരായ സ്വഹാബികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിയോഗിച്ചതിന്റെ പേരിൽ ഗവർണർമാരായവരുണ്ട്. മുആദ് ഇബ്നു ജബൽ തങ്ങളെ യമനിലെ ഗവർണറാക്കി, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഷാമിലെ ഗവർണറാക്കി. അങ്ങനെ പല രാജ്യത്തേക്കും ഗവർണർമാരെ നിയോഗിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഗവർണർ പദവി ചോദിക്കാം, സമ്പത്ത് ചോദിക്കാം, അധികാരം ചോദിക്കാം, ഏത് വേണമെങ്കിലും ചോദിക്കാം. മഹാനായ റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു ചോദിച്ചത് എന്താണ്? അസ്അലുക മുറാഫഖതക ഫിൽ ജന്നതി യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, എനിക്ക് അവിടുത്തെ ചാരത്തിരിക്കണം, അതും സ്വർഗത്തിൽ. സഅലൽ ജിവാറ ഖബ്ല ദാർ. മഹദിയായ ആസിയ റളിയല്ലാഹു അൻഹ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയയായപ്പോൾ മഹദിയുടെ ഒരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. ഈ പ്രാർത്ഥനയെ കുറിച്ച് മുഫസ്സിറുകൾ പറഞ്ഞു, സഅലത്തിൽ ജിവാറ ഖബ്ല ദാർ. അവിടെ മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു പ്രാധാന്യം കൊടുത്തത് സ്വർഗത്തിനല്ല. ഒരുപക്ഷേ നമ്മൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചേക്കാം, സ്വർഗം വേണമെന്ന്. റബീഅ റളിയല്ലാഹു അൻഹു വേണ്ടത് സ്വർഗമല്ല. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തെ ആദ്യം ചോദിച്ചേനെ. മഹാനായ റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു ചോദിച്ചത്, അസ്അലുക മുറാഫഖതക, എനിക്ക് വേണ്ടത് തങ്ങളുടെ ചാരത്തൊന്നിരിക്കണം, ഫിൽ ജന്ന, അവിടുന്ന് സ്വർഗത്തിലെ നേതാവാണല്ലോ, അതുകൊണ്ട് സ്വർഗത്തിൽ വന്ന് അടുത്തൊന്നിരിക്കണം. ആ ഒരു സാഹചര്യം എനിക്ക് വേണം. അത് കേവലം ഒരു സംഭവം, ഒരു പ്രാർത്ഥനയുമല്ല, സ്വഹാബികളുടെ മൊത്തം ഒരു മനോഗതിയുടെ ഒരു സാമ്പിളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, അവ ഗൈറ ദാലിക യാ റബീഅ, ഓ റബീഅ, വേറൊന്നും നിങ്ങൾക്ക് വേണ്ടേ? വേണ്ട, ഒന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് തങ്ങളുടെ ചാരത്ത് നാളെ സ്വർഗത്തിലൊന്നിരുന്നാൽ മതി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അത് തരാൻ എനിക്ക് അധികാരമില്ല എന്നല്ല. അതേ, ഏതിനും ഒരു പ്രൊസീജിയർ കവർ ചെയ്യേണ്ടതുണ്ടല്ലോ. സാധാരണ നമ്മൾ മന്ത്രിമാരോട് ഒരു ആവശ്യം ഉന്നയിച്ചാൽ അവര് പറയും ആ ഫയൽ ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കാൻ, അല്ലെങ്കിൽ PA കയ്യിൽ കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്പർ എഴുതിയിട്ട് ഈ നമ്പറിൽ ബന്ധപ്പെടാൻ, അല്ലെങ്കിൽ ഇന്ന ദിവസം ഓഫീസിൽ വരാൻ, അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കാറാണല്ലോ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഇന്നി അലാ ദാലിക ബികസറത്തിസ് സുജൂദ്. ഓ റബീഅ, നിങ്ങൾ സുജൂദിനെ അധികരിപ്പിച്ചോ, ഞാൻ നിങ്ങൾക്ക് മുറാഫഖത്ത് തരാം.
യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി ഉലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു والنور من وجناتي يتوقد يا ربي منجي الخلائق من جهنم في غدي صلاة നമ്മൾ നല്ലോണം ചെല്ലണം. മജ്ലിസിലൊക്കെ ആവുമ്പോൾ മജ്ലിസിന്റെ ഒരു ശിആറാണ് ഒരു സ്വലാത്ത്. ഇവിടുന്ന് ആകെ കിട്ടാനുള്ളതും ആ സ്വലാത്ത് കൊണ്ടുള്ള നേട്ടങ്ങളാണ്. അതുകൊണ്ട് സ്വലാത്ത് നമ്മൾ നന്നായി ചൊല്ലണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ഏത് കാലത്തെയും ഏറ്റവും വലിയ പിടിവള്ളിയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരുകയാണ്. സ്വഹാബികൾ മുഴുവനും ജയിക്കാനുള്ള കാരണം എല്ലാവരുടെയും മനസ്സ് റളിയല്ലാഹു അൻഹും വറളൂ അൻ അവരാ പദവിയിലേക്ക് എത്തിയത് സുഹബത്ത് എന്ന് പറയുന്ന ഒരു മഹത്വം കൊണ്ടാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ ഡിഗ്രി ഏതാണ്? ഏത് കോളേജിലെ ബിരുദമാണ് ഏറ്റവും വലിയ ബിരുദം? അതേ ഏറ്റവും വലിയ ബിരുദം സ്വഹാബി എന്ന ബിരുദമാണ്. സ്വഹാബി എന്ന് പറഞ്ഞാൽ സഹവാസി എന്നേ അതിനർത്ഥമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസിൽ ഈമാനോടുകൂടി ഒരു നിമിഷം ഉണ്ടായാൽ അയാൾ സ്വഹാബിയായി. വമാത അലൽ ഈമാൻ, ഈമാനോടുകൂടി ഒരു നിമിഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ഉണ്ടായി. ഒന്ന് കാണുക പോലും വേണ്ട, കാഴ്ചയില്ലാത്ത സ്വഹാബികളില്ലേ? അവ ലോകത്തെ ഏറ്റവും വലിയ ബിരുദം ഏതാണ്? സ്വഹാബി എന്ന ബിരുദമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരാനുള്ള വഴികളാണ് കണ്ടുപിടിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് 3 കടപ്പാടുകളാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന് അൽ ഈമാനു ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ശരിക്കുള്ള വിശ്വാസം വേണം. ശരിക്കുള്ള വിശ്വാസം. ഇന്ന് കുറെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു നേതാവായിട്ട് കാണും, ഒരു വിപ്ലവകാരിയായിട്ട് കാണും, ഒരു നവോത്ഥാന നേതാവായിട്ട് കാണും. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അടുക്കൽ പ്രത്യേക സ്ഥാനം ഉള്ളവരും അല്ലാഹു പ്രത്യേക ദൗത്യം ഏൽപ്പിച്ചവരും അല്ലാഹു ദൗത്യം ഏൽപ്പിക്കപ്പെട്ടയിടത്ത് പ്രത്യേക അധികാരമുള്ളവരും അവരാണ് റസൂലുമാർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ ഒരാളല്ല. അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അടുക്കൽ പ്രത്യേക സ്ഥാനമുള്ളവർ. റസൂൽ എന്ന പദവി ഒരാളെ ഇബാദത്ത് ചെയ്തതുകൊണ്ട് കിട്ടുന്നതല്ല, ദിക്ർ ചൊല്ലുന്നത് കൊണ്ട് കിട്ടുന്നതല്ല, സദഖ ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്നതല്ല. അല്ലാഹു തന്നെ പ്രത്യേകം നിശ്ചയിച്ച് നിയോഗിച്ചവരാണ് റസൂലുമാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ ഏറ്റവും മഹത്വമുള്ള നേതാവാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നേതാവ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകാശിപ്പിക്കാനാണോ ഈ ലോകം മുഴുവനും അല്ലാഹു പടച്ചത് എന്ന് നമ്മൾ ആലോചിച്ചു പോകും. അല്ലാഹുവിനെ ഈ ലോകം പടച്ചത് കൊണ്ടുള്ള ലക്ഷ്യം അവന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രചരിപ്പിക്കാനാണ് എന്ന് തോന്നിപ്പോകും. അങ്ങനെയാണ് ലോകവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിലുള്ള കടപ്പ്. കാരണം എന്താ? ആദ്യത്തെ സൃഷ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവസാനത്തെ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടയ്ക്ക് വന്ന എല്ലാവരുടെയും പണി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രചരിപ്പിക്കൽ.
എന്നിട്ട് എല്ലായിടത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാസം ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിക്കാനാണോ ലോകം മുഴുവനും പടച്ചത് എന്ന് ആലോചിച്ചു പോകും. അതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ലോകത്തേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നത്. എല്ലായിടയിലും ഇടവേളയിലും ചെന്നാൽ അവിടെ എല്ലാം വിലാസന്മാരുടേതാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വിലാസമേ ഉള്ളൂ. ലോകത്ത് എവിടെ ചെന്നാലും അതേ ഉള്ളൂ. അപ്പൊ ഈ ലോകത്തെ മുഴുവനും അല്ലാഹു തആല പടച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പ്രകാശിപ്പിക്കാനാണ് എന്ന് നമുക്ക് തോന്നും. അതുകൊണ്ടല്ലേ ജമീൻ മേ ഓ മുഹമ്മദ് ഹേ, ജമീൻ മേ ഓ മുഹമ്മദ് ഹേ, വഅഹ്മദ് ആസമാനോ മേ മദീന രാജധാനി ഹേ, ദോ ആലം पर हुकूमत है. जमीन में ओ मुहम्मद है. ഈ ലോകത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് മുഹമ്മദ് എന്നാണ്. വഅഹ്മദ് ആസ്മാനോ മേ, വാനലോകത്ത് മുഹമ്മദ് എന്നാണ് പേര്. ദോ ആലം पर हुकूमत है. രണ്ട് ലോകത്തും അധികാരമുള്ള നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് വരുമ്പോൾ ഈ ലോകത്തെ മുഴുവനും അല്ലാഹു സംവിധാനിച്ചത് ലിയദ്ഹാരി ഫറഹി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തോഷം അറിയിക്കാനാണ്, തങ്ങളെ പ്രചരിപ്പിക്കാനുള്ളതാണ് ഈ ലോകത്തിന്റെ പടപ്പ് എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന വിധത്തിൽ ഈ ലോകത്തിന് മുഴുവനും കാരുണ്യമാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമുക്ക് നല്ല വിശ്വാസം വേണം. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരിയായ വിധത്തിൽ ഇത്തിബാ ചെയ്യണം, അനുകരിക്കണം. മഹാനായ താജുൽ ഉലമാ തങ്ങളുപ്പാപ്പയുടെ ഏറ്റവും വലിയ വിശേഷണം എന്താണ്? അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ ഹയാത്താക്കി. എല്ലാ അർത്ഥത്തിലും അവിടുത്തെ വിത്ർ നിസ്കാരം, ആ സുന്നത്തിനോടുള്ള അങ്ങേയറ്റത്തെ കടപ്പാട്, 11 റക്അത്ത് വിത്ർ ദായിമാക്കുന്നു. അവിടുത്തെ ദുഹാ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ പരമാവധി മുറാഅത്ത് ചെയ്യുന്നു. മഹാനവറുകളുടെ ജീവിതം മുഴുവനും ഇൽമിന് വേണ്ടി ചെലവഴിക്കുന്നു. ഈ ലോകത്ത് മനുഷ്യന് ലഭിച്ച ആയുസ് ചെലവഴിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അൽ ഇസ്തിഗാലു ബിൽ ഇൽമി, ഇൽമിന് വേണ്ടി സമയം വിനിയോഗിക്കുക, ഇൽമിന് വേണ്ടി സമയം ചെലവഴിക്കുക. നമ്മൾ ഇന്ന് എല്ലാ കാര്യങ്ങളും വിലയിരുത്തുന്നത് പൈസ എത്ര കിട്ടും, ശമ്പളം എത്ര കിട്ടും, കൂലി എത്ര കിട്ടും എന്ന ഒരു മാനദണ്ഡത്തിലാണ്. മൂല്യങ്ങളെ കുറിച്ചുള്ള ചർച്ചയും കാലമൊക്കെ കഴിഞ്ഞുപോയി. മൂല്യങ്ങളെ കുറിച്ചുള്ള ആലോചനയില്ല. നമ്മൾ സാമ്പത്തികമായി മാത്രം കാര്യങ്ങളെ അറിയാൻ ശ്രമിക്കുന്നു, സാമ്പത്തികമായി മാത്രം സമീപിക്കുന്നു. മൂല്യങ്ങൾ വെച്ചുകൊണ്ട് പരിശോധിക്കാൻ നമുക്ക് നേരമില്ല. എന്റെ മകൻ ഒരു ആലിമായാൽ അതുകൊണ്ട് എനിക്ക് എന്താണ് കിട്ടുക? നമ്മൾ ആലോചിക്കും, ഒരു മൂല്യരായാൽ എത്ര ശമ്പളം കിട്ടാണ്? അല്ലാഹു തആല ഒരു സാഹിബുൽ ഇൽമിനെ വെച്ചിരിക്കുന്ന മൂല്യം എത്രയാണ്? അത് നമ്മൾ അറിയുന്നില്ല. മഹാനായ താജുൽ ഉലമാ തങ്ങൾ അരനൂറ്റാണ്ടിലേറെ ദർസ് നടത്തിയ നല്ല തഹ്ഖീഖുള്ള ആലിമാണ്. ആലിമീങ്ങളുടെ മേലെയുള്ള കിരീടമാണ് താജുൽ ഉലമാ, ഉലമാക്കളുടെ കിരീടമാണ്.
കാരണം മഹാനായ ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ അല്ലാമ ഹാഫിദ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു എഴുതിയ തുഹ്ഫത്തുൽ മുഹ്താജ് ലോക കർമ്മശാസ്ത്ര രചനകളിലെ മഹാത്ഭുതമാണ്. യമനിലേക്ക് ആദ്യത്തെ തുഹഫയുടെ കോപ്പി വന്നപ്പോൾ ആ നാട്ടുകാര് സ്വപ്നം കണ്ടു അത്രേ ഇബ്നു ഹജർ തങ്ങൾ യമനിൽ വന്നു എന്ന്. അവിടുത്തെ സബത്തിന്റെ ആമുഖത്തിൽ കാണാം. എന്താണ്? തുഹ്ഫ എന്ന കിതാബിന്റെ കോപ്പി ആദ്യം യമനിലെത്തിയപ്പോൾ അവിടെയുള്ള ആലിമീങ്ങൾ കിനാവിൽ കണ്ടു ഇബ്നു ഹജർ തങ്ങൾ യമനിൽ വന്നു എന്ന്. അത്രയും വലിയ കറാമത്തുള്ള കിതാബാണ് തുഹ്ഫത്തുൽ മുഹ്താജ്. നൂറ്റാണ്ടുകളുടെ ഇപ്പുറത്തുള്ള കർമ്മശാസ്ത്ര വിഷയങ്ങളെ കാലങ്ങളുടെ അപ്പുറത്തിരുന്ന് നോക്കിയിട്ട് മതവിധി രേഖപ്പെടുത്താൻ നിയോഗം കിട്ടിയ കിതാബാണ് ഹാഫിദ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ തുഹ്ഫത്തുൽ മുഹ്താജ്. ആ കിതാബ് മുഴുവനും ഹൃദിസ്ഥമാക്കി ഓർമ്മയിൽ നിന്ന് അരനൂറ്റാണ്ടോളം ദർസു നടത്തിയ മഹാനല്ലേ മഹാനായ താജുൽ ഉലമാ. അവരുടെ ഹൃദയം ഇൽമു കൊണ്ട് നിറഞ്ഞ ഹൃദയമാണ്. അവരുടെ ജീവിതം മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയതാണ്. അതല്ലേ അൽ ഇത്തിബാഉ ബിസുനനിഹി. ഇൽമു കൊണ്ട് ജോലിയായി സാമ്പത്തികമായ ലക്ഷ്യങ്ങളല്ല താജുൽ ഉലമാ തങ്ങൾ ഉപ്പാപ്പയെ നയിച്ചത്. അവരുടെ ആലോചനകളും ആയുസ്സും മുഴുവനും വിനിയോഗിച്ചത് ലില്ലാഹി ജാഹദ ബിൽ അബ്ദാനി വൽ മാലി വലാ യമീലു ഇലാ അർബാബി അംവാലി. അവര് സമ്പന്നന്മാരുടെ പുറകിൽ പോയവരല്ല, സമ്പത്ത് നേടി നടന്നവരല്ല. അവരുടെ മുമ്പിൽ സമ്പന്നനും ദരിദ്രനും തുല്യമാണ്. പറയാനുള്ളത് പറയാൻ അവർക്കാരും പേടിയല്ല. ചില കാലത്ത് ശക്തിയുള്ളൊരു വാക്കു പറയാൻ ആള് വേണം. ഇന്ന് ലോകത്ത് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും മുഖത്ത് നോക്കിയിട്ട് നിർത്തടാന്ന് പറയാൻ പറ്റുന്ന ഒരാളില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇന്ന് ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ നൊമ്പരം. അപ്പൊ ഒരു സമുദായത്തിന്, ഒരു നാട്ടിൽ, ഒരു കാലത്ത് ആർജവത്തോടെ വേണമെന്ന് പറയാൻ ആള് വേണം, വേണ്ടടാ എന്ന് പറയാൻ ആള് വേണം, ചെയ്യുമടാ എന്ന് പറയാനുള്ള ആജ്ഞാശക്തി വേണം. താജുൽ ഉലമയെ ഇന്ന് നമ്മളെല്ലാവരും അറിഞ്ഞ് ഓർക്കുന്നതിന്റെ പിന്നിൽ ഏറ്റവും വലിയ ശക്തി സന്നിഗ്ധ ഘട്ടങ്ങളിൽ ആരടാന്ന് ചോദിക്കാൻ ആർജവമുള്ള ഒരു നേതാവ് ഉണ്ടായിരുന്നു എന്നതാണ്. അത് പറയാൻ ശക്തിയുള്ളവർ വേണം. അത് പറയാൻ ഭാഷയും വാക്കും പോരാ. ആരെയും ഭയക്കാത്ത ഒരു നിശ്ചയദാർഢ്യം വേണം. ഞാൻ സത്യത്തിനു വേണ്ടിയാണ് ശബ്ദിക്കുന്നത്, ഇതിൽ ഞാൻ അള്ളാഹുവിന്റെ തൃപ്തിയെ പ്രതീക്ഷിക്കുന്നുള്ളൂ, ഈ വിഷയത്തിൽ ഞാൻ അള്ളാഹുവിനെ ഭയക്കുന്നുള്ളൂ എന്ന സത്യസന്ധതയുള്ളവർക്കേ അങ്ങനെ പറയാൻ കഴിയൂ. താജുൽ ഉലമയുടെ ഏറ്റവും വലിയ വിശേഷണം മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. എനിക്കിവിടെ ആരെയും പേടിയില്ല. അല്ലാഹുവിനെ ഭയക്കേണ്ടതുപോലെ ഭയന്നാൽ പടപ്പിനെ പേടിക്കേണ്ടതില്ല എന്ന് കർമ്മം കൊണ്ട് കാണിച്ചു തന്ന ഗുരുവര്യരാണ്. റഫഅല്ലാഹു ദറജതഹു വനഫഅനാ ബിഉലൂമിഹി. അത് പറയാതെ എങ്ങനെ കാലം കടന്നു വരും? അത് പറയാതെ എങ്ങനെ താജുൽ ഉലമ ഓർമ്മിക്കപ്പെടും? ആ ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിച്ചു. മഹാനവറുകളുടെ കയ്യിലേക്ക് ദുനിയാവ് വന്നു, ആവശ്യം പോലെ ദുനിയാവ് വന്നു. ദുനിയാവ് വേണ്ടാന്ന് വെക്കുന്നവരുടെ കയ്യിലേക്കാണ് ദുനിയാവ് വരിക. ദുനിയാവ് വേണമെന്ന് വിചാരിക്കുന്നവർക്ക് കിട്ടിയാൽ മതിയാവൂല. ദുനിയാവ് വേണ്ട എന്ന് വെക്കുന്നവരുടെ കയ്യിലേക്ക് ദുനിയാവ് വരും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ദിവസം പള്ളിയിൽ ഇരിക്കുമ്പോൾ ബഹ്റൈനിൽ നിന്ന്
നിരവധി ഒട്ടകങ്ങളുടെ പുറത്തുള്ള വലിയ സമ്പാദ്യം വന്നു ചേർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നപ്പോൾ പള്ളിയിൽ വലിയ ആസ്തികൾ കൂടിക്കിടക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കിയതുപോലുമില്ല. നിസ്കരിക്കാൻ പോയി. തിരിച്ചു വന്നപ്പോഴോ അവിടെ ഇരുന്നു. എന്നിട്ടത് ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി. കിട്ടിയത് ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി. എത്രയെന്നല്ലേ കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാരിക്കോരി നൽകിയിട്ടോ എല്ലാവർക്കും കൊടുത്തു. ഒരു ഫിൽസ് പോലും ബാക്കിയില്ലാതെ വന്നപ്പോൾ കയ്യും വീശി വീട്ടിലേക്ക് പോയ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിൽ നിന്നൊരു ചില്ലിക്കാശ് പോലും വേണ്ടി വന്നില്ല. ഒരിക്കൽ അബൂദർ അൽ ഗിഫാരി തങ്ങളോട് പറഞ്ഞു, ഓ അബൂദറേ, ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഇങ്ങനെ പോവാണ്, കൂടെ ആരുമില്ല. അബൂദർ അൽ ഗിഫാരി തങ്ങൾ നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്ക് നടക്കുകയാണല്ലോ, ചിലപ്പോ കൂടെ ആരും ഉണ്ടാകാൻ താല്പര്യപ്പെടുന്നുണ്ടാവൂല, അതുകൊണ്ട് ഞാൻ കൂടെ പോണില്ല, ഞാൻ കുറച്ച് ദൂരെ നിൽക്കാം, എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് വിളിച്ചാല് ഹെൽപ്പ് ചെയ്യണല്ലോ. ഞാനതുകൊണ്ട് ദൂരെ മാറി നടന്നു. ആ നിലാവിന്റെ തണലിൽ മാറി നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടയ്ക്ക് വെച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ കണ്ടു. മൻ ഹാദാ, ആരാണ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അബൂദറാണ്. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങനെ ഉഹദ് മലയുടെ മുമ്പിലെത്തി. അപ്പോഴെന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലയോ മോനെ അബൂദറേ, ഈ കാണുന്ന ഉഹദ് മല മുഴുവനും പൊന്നായി എന്റെ കയ്യിലേക്ക് വന്നാലും 3 ദിവസം പോലും എന്റെ അടുക്കൽ വെക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് മുഴുവനും കൊടുത്തു തീർക്കാനാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ സമ്മാനം കിട്ടും, കുറേ ക്യാഷ് കിട്ടും, കുറേ പൊന്ന് കിട്ടും. ലോകത്ത് നിന്നെല്ലാം ഒട്ടകം ചുമന്നു കൊണ്ടുവരുന്ന സമ്മാനങ്ങൾ കിട്ടും. അത് മുഴുവനും കൊടുത്തു തീർക്കുമ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനാവും. താജുൽ ഉലമാ ഉപ്പാപ്പ സ്വന്തമായി വലിയൊരു വീട് വെക്കാൻ സമ്പത്ത് വിനിയോഗിച്ചത് നമ്മൾ അറിയില്ല. സ്വന്തമായി വലിയൊരു കാർ വേണമെന്ന് മോഹിച്ചു കിട്ടിയത് വിനിയോഗിച്ചത് അറിയില്ല. അവിടുന്ന് ഒരു വലിയ ബാങ്ക് ബാലൻസ് വെച്ചിട്ടല്ല പോയത്. അവിടുത്തെ കുടുംബങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. തങ്ങളുപ്പാപ്പയുടെ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ച ഒരു സയ്യിദ് ഞങ്ങളുടെ മഖ്ദൂമിയയിലുണ്ട്. അവിടെ വരുമ്പോഴും അവിടുന്ന് ബെൽറ്റിൽ നിന്നെടുത്ത കുടുംബത്തിനും പാവപ്പെട്ടവർക്കും കൊടുക്കുന്നതൊരു ഹരമായി കണ്ടവർ. അതേ, അവരുടെ ആലോചന ഇവിടെയായിരുന്നില്ല. അവർക്ക് ഈ ലോകത്തിന്റെ പിന്നിൽ പോയവരല്ല. അവർ ഈ ലോകത്തിൽ നിന്ന് മാറി സഞ്ചരിച്ചവരാണ്. അവരിവിടുത്തെ സമ്പത്തിൽ മയങ്ങിയവരല്ല. പണക്കാരുടെ മുമ്പിൽ കൈകൂപ്പി നിന്നവരല്ല. അവർക്ക് അല്ലാഹുവിനെ അല്ലാതെ വേറെ ആരെയും ഭയമില്ല. അത് ശരിയായി പാലിച്ച മഹാനായിരുന്നു താജുൽ ഉലമാ. അവിടുത്തെ ജീവിതമോ സുന്നത്തിന്റെ പ്രകാശനമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള രണ്ടാമത്തെ കടപ്പാട് അൽ-ഇത്തിബാഉ ബിസുനനിഹി. അവിടുത്തെ സുന്നത്തിനെ ഒന്ന് പിൻപറ്റണേ. സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ലളിതമായ സുന്നത്തുകൾ എത്രയോ നമുക്ക് ചെയ്യാം. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി.
കടുപ്പപ്പെട്ട സുന്നത്തുകൾ ചിലപ്പോ ചില ആൾക്ക് ചെയ്യാൻ കഴിയൂല. താജുൽ ഉലമ 11 റക്അത്ത് വിത്ർ നിസ്കരിച്ചു. എല്ലാവർക്കും ചിലപ്പോൾ അത് പാലിക്കാൻ കഴിയില്ല. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ ആ ജീവിതം നിങ്ങൾക്ക് എങ്ങനെയാണ് ജീവിക്കാനാവുക എന്നായിരുന്നു മഹദിയുടെ മറുപടി എന്ന് ഇമാം തുർമുദി ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അപ്പടി പകർത്താൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? അതുപോലെ സുന്നത്തുകൾ എല്ലാം എടുക്കാൻ ചിലപ്പോൾ സാധുക്കളായ ദുഅഫാകളായ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. ഒരു ലളിതമായ സുന്നത്തുകളെങ്കിലും ജീവിതത്തിൽ വരണ്ടേ. ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലതുകാലിൽ അണിയണം. അതിനൊരു ശ്രദ്ധ മാത്രമുണ്ടായാൽ മതി. ചെരുപ്പഴിക്കുമ്പോൾ ആദ്യം ഇടതുകാലിലേതഴിക്കണം. അതിനൊരു ശ്രദ്ധയുണ്ടായാൽ പോരെ. അതുപോലെ നമ്മൾ മിസ്വാക്ക് പരമാവധി നിസ്കാരത്തിനും വുളൂഇന്റെയും സമയത്ത് മിസ്വാക്കുകൾ ചെയ്യണം. അത് ചെറുതായൊന്ന് ശ്രദ്ധിച്ചാൽ നടക്കുന്ന കാര്യമല്ലേ. അതുപോലെ നിത്യജീവിതത്തിൽ കൊണ്ടുവരേണ്ട ദിക്റുകളുണ്ട്. അതൊന്ന് ഓർത്തുവെച്ചാൽ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഉണരുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി. ഉറങ്ങുമ്പോൾ ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉ ഇൻ അംസക്ത റൂഹി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫൾഹാ. ആ ജീവിതം മുഴുവനും രേഖപ്പെട്ട് കിടക്കുകയാണ്. ഇനി ഒന്നുമില്ലെങ്കിൽ ഒരു ബിസ്മി ചൊല്ലിയിട്ടെങ്കിലും കിടക്കണം. അത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അതിമനോഹരമായ ജീവിതമാണ്. നമുക്കുള്ള വലിയ അഭിമാനമാണ്. 1400 കൊല്ലം മുമ്പ് ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കുടിക്കാൻ ഉപയോഗിച്ച പാത്രം ഏതൊക്കെയായിരുന്നു എന്ന് ഇന്നും നമുക്ക് പഠിക്കാൻ കിട്ടുന്നുണ്ട്. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയില്ല, പഠിക്കാൻ നമ്മൾ സമയം കാണുന്നില്ല. നമ്മളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കണം. ഈ അടുത്തിടയിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു അധ്യായം വായിച്ചു നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതു വിധത്തിലുള്ള പാത്രങ്ങളിലെല്ലാം വെള്ളം കുടിച്ചിരുന്നു. ഇതുപോലെയുള്ള ഗ്ലാസ്, ക്രിസ്റ്റൽ അഥവാ അന്നത്തെ ഗ്ലാസ് എങ്ങനെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചു. മണ്ണ് കൊണ്ടുള്ള പാത്രം ഉപയോഗിച്ചു, തോല് കൊണ്ടുള്ള പാത്രം ഉപയോഗിച്ചു, മരം കൊണ്ടുള്ള പാത്രം ഉപയോഗിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ച പാത്രങ്ങൾ ഒരു അധ്യായമാണ് ചരിത്രത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ച പാനീയങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാനീയം അൽ ഹുല്ലുൽ ബാരിദ്, തണുത്ത മധുരമുള്ള വെള്ളം, അല്ലെങ്കിൽ നല്ല തെളിഞ്ഞ തണുത്ത വെള്ളം. ആ വെള്ളം അവിടുത്തേക്ക് വലിയ ഇഷ്ടമായിരുന്നു. പാലവിടുന്ന് കുടിച്ചിരുന്നു, കുടിക്കാൻ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അങ്ങനെ പലതും പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ച പാനീയങ്ങൾ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിച്ച ഭക്ഷണങ്ങൾ. അതേ, അവിടുന്ന് ആട്ടിന്റെ മാംസം കഴിച്ചു, അതുപോലെ കോഴിയുടെ മാംസം കഴിച്ചു, പക്ഷികളുടെ മാംസം കഴിച്ചു. പക്ഷേ ഉടുമ്പിന്റെ മാംസം കൊണ്ടുവച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ കഴിക്കുന്നതിൽ വിരോധവും ഇല്ല, ഞാനത് വിലക്കുന്നില്ല, പക്ഷേ എനിക്കത് വേണ്ട, ഞങ്ങൾ അത് കഴിക്കാറില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ ഇത്രയും സൂക്ഷ്മമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ലോകത്ത് വായിക്കാൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളെയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം ഇതുപോലെ ലോകത്ത് വായിക്കപ്പെട്ട ഒരാളും ഇല്ല. അൽഹംദുലില്ലാഹ്, ഈ റബീഉൽ അവ്വൽ,
ഈ തൊട്ട റബീഉൽ അവ്വലിൽ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നേരത്തെ ഞങ്ങൾ ആലോചിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയ വഴിയിലൂടെ യാത്ര പോകാൻ ഒരുങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് ഹിജ്റ പുറപ്പെട്ടത് സഫർ 29-നാണ്. ഞങ്ങൾ മക്കയിൽ നിന്ന് 29-ന് പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യത്തെ 3 ദിവസം ഉണ്ടായിരുന്നത് സൗർ ഗുഹയിലാണ്, അതിന്റെ പരിസരത്താണ്. ഞങ്ങളും ആദ്യ ദിവസം സൗർ ഗുഹയിലേക്ക് ചെന്നു. അവിടെ 3 ദിവസം തുടർച്ചയായി താമസിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ പരിസരത്ത് കഴിച്ചുകൂട്ടി. 4-ാം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാദി ഉസ്ഫാനിലേക്കാണ് പോയത്. ഞങ്ങളും വാദി ഉസ്ഫാനിലേക്ക് പോയി. ഞാൻ എന്തിനാണത് പറയുന്നത്? 1446 കൊല്ലം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയ വഴിയും സ്ഥലവും ഇന്നും ലോകത്തിന് പഠിച്ചും കണ്ടും പോകാൻ സാധിക്കും. അത്രമേൽ കൃത്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ഹിസ്റ്റോറിസിറ്റി. അവിടുത്തെ ജീവിതത്തിന്റെ ചരിത്രം അത്രമേൽ കൃത്യമാണ്. അങ്ങനെയാകുമ്പോഴാണ് പ്രിയമുള്ളവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് സഫർ 29-ന് മക്കയിലെ വീട്ടിൽ നിന്നിറങ്ങി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോയി. കഅബയുടെ തൊട്ടടുത്ത് ഉമ്മാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്ന് അവിടുന്ന് നേരെ 5.5 കിലോമീറ്റർ ദൂരെയുള്ള സൗർ ഗുഹയിലേക്ക് പോയി. അവിടെ സൗർ ഗുഹയിലേക്ക് ചെന്ന് പിന്നെ 3 ദിവസം കഴിഞ്ഞിറങ്ങി. ആ സഞ്ചാര വഴികളിലൂടെ നമ്മളൊന്ന് പോയാൽ ഇന്നും എത്ര വന്യമായ സ്ഥലമാണെങ്കിലും അന്നത്തെ ചരിത്രം നമ്മളോട് പറഞ്ഞു തരുന്നു. ഞങ്ങൾ ഈ സഞ്ചാരത്തിന് ഒരുങ്ങിയപ്പോൾ സമീപകാലത്ത് ആ വഴിയിലൂടെ ഗവേഷണാർത്ഥത്തിൽ പോയ പണ്ഡിതന്മാരുണ്ട്. അവരെ അവലംബിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോയത്. സ്വന്തം പോകാൻ നമുക്ക് സാധിക്കൂലല്ലോ. അപ്പോൾ അതിൽ ഒരു പണ്ഡിതൻ 60 പ്രാവശ്യം ആ വഴിയിൽ പോയ ആളാണ്. വേറെ ഒരാള് 45 പ്രാവശ്യം സഞ്ചരിച്ച ആളാണ്. വേറെ ഒരാൾ 100 പ്രാവശ്യം സഞ്ചരിച്ചു. അതിൽ പല പ്രാവശ്യം നടന്നുപോയ ആളാണ്. അദ്ദേഹം പറയാണ്, അദ്ദേഹം മരുഭൂമിയിലെ മണലിൽ ഞങ്ങൾക്ക് വഴി ഇങ്ങനെ വരച്ചു തരുമ്പോൾ എത്ര എളുപ്പത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന സ്ഥലത്തുനിന്ന് ഇവിടെ വന്നു, ഇവിടുന്ന് അങ്ങോട്ട് പോയി, അവിടെ ഇരുന്നു, പിന്നെ ആ കുന്നിന്റെ മേലെ കയറാൻ കുറച്ച് പ്രയാസപ്പെട്ടു. ഇതിങ്ങനെ പറഞ്ഞു തരുമ്പോൾ കൂടെ നടന്നതുപോലെ പറഞ്ഞു തരുന്ന ആലിമീങ്ങളുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. ഇത്രമേൽ തെളിച്ചമുള്ള ജീവിതം നമ്മുടെ മുമ്പിലുണ്ട്. ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഞ്ചാര വഴികൾ ആ ഹബീബിനെ നമുക്കറിയുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ ആ വഴിയിൽ ആ പണ്ഡിതന്മാരെ ഉപയോഗിച്ചുകൊണ്ട് സഞ്ചരിച്ചു ചെല്ലുമ്പോൾ ഞങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ചില രംഗങ്ങളുണ്ട്. വിശാലമായ മരുഭൂമി, എവിടെയും ഒരു തണലില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിഭ്രമിച്ചു പോയി. എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരല്പസമയം വിശ്രമിക്കാൻ അനുവദിക്കുക? നോക്കിയപ്പോൾ ഒരു നീണ്ട പാറ ഇങ്ങനെ നിൽക്കുന്നു. അസ്സഖറത്തു ത്വവീല എന്ന് ഇബ്നു ഹിശാം രേഖപ്പെടുത്തുന്നു. അതിന്റെ അടിയിൽ വിരിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കിടന്നു കുറച്ചു നേരം. ഇന്നു ചെന്നാലും അപ്പാറ എവിടെയുണ്ട്. അതിന്റെ അഗ്രഭാഗം കുറച്ച് പൊട്ടിപ്പോയി എന്നേ ഉള്ളൂ. അവിടെ പെയിന്റ് അടിച്ചിട്ടില്ല, സിമന്റ് ചെയ്തിട്ടില്ല, ഒരു നിർമ്മാണവും നടന്നിട്ടില്ല. കാറ്റടിച്ചുകൊണ്ട് മണല് മാറിയെങ്കിലേ ഉള്ളൂ.
ആ പാറ നമ്മളോട് സംസാരിക്കും. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബവാഇന്റെ അടുത്തൊരു സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾ യാത്രക്കിടയിൽ വേജാറായി പോയി. അങ്ങനെ ഞങ്ങൾ കിതാബുകൾ ഇങ്ങനെ പരിശോധിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എത്തിയപ്പോഴും വേജാറായിരുന്നു എന്ന് മനസ്സിലായത്. എങ്ങോട്ടാണ് ഇനി പോകേണ്ടതെന്നൊരു പരിഭ്രമം വന്നുപോയ സ്ഥലം. ഇന്ന് നമ്മൾ ചെന്നാലും തഹയ്യുറായി പോകും, ഇതെന്തൊരു വഴിയാണ്. കാരണം ആയിരക്കണക്കിന് മലകൾക്കിടയിലൂടെ നീണ്ടുപരന്നു കിടക്കുന്ന മരുഭൂമിയിലൂടെയല്ലേ പോകേണ്ടത്. അങ്ങനെ പോകുമ്പോൾ ഇന്നും പരിഭ്രമിച്ചു പോവും, ഇവിടുന്ന് എങ്ങനെയാണ് പോകേണ്ടത് എന്ന്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു സ്വഹാബി വാപ്പയെപ്പോലും സമ്മതം വിട്ടിട്ട് കൂടെ ചെന്ന് വഴി കാണിച്ചു കൊടുത്ത സ്ഥലം, അവിടുത്തെ നെറ്റി ചേർത്ത് വെച്ച സ്ഥലങ്ങൾ ആ മരുഭൂമിയിലുണ്ട്. ഞങ്ങൾ യാത്രക്കിടയിൽ മറ്റൊരു സ്ഥലത്ത് എത്തി. എവിടെയാണ്? മദീനയിലെ വാദി ഫറഇലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു സൈനിക നീക്കം എന്ന് പറയുന്ന അബവാ സൈനിക നീക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈലൂലത്തുറങ്ങാൻ കിടന്ന, ഉച്ചക്ക് മുമ്പൊരൊന്ന് മയങ്ങാൻ കിടന്ന ഒരു സ്ഥലമുണ്ട്. അതൊരു മലയുടെ ടോപ്പിലാണ്. ചുറ്റും മാനം മുട്ടുന്ന മലകളാണ്. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇത്ര ഒരു വലിയ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പോയിന്റിൽ എങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിയതെന്ന്. അവിടെയും ഒരു നിർമ്മാണവും നടന്നിട്ടില്ല. അവിടെ ആരോ സന്ദർശകരിട്ട 2 മുസല്ലയുണ്ടെന്നേ ഉള്ളൂ. അവിടെ പിൽക്കാലത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ വരികയും കുപ്പായം അഴിച്ചു കിടക്കുകയും ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട ഇമാം സുംഹൂദി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം സാലിം ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നുൽ ഖത്താബ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ മകനും പിൽക്കാലത്ത് അവിടെ വന്നപ്പോൾ മേൽമുണ്ട് മാറ്റിയിട്ട് അവിടെ കിടന്നു. ഇന്നും പച്ചയായി ആ സ്ഥലം അവിടെ നിൽക്കുന്നുണ്ട്. അതിന്റെ താഴ്വാരത്തേക്ക് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ളുഹർ നിസ്കരിച്ച സ്ഥലമുണ്ട്. ജബൽ അഖ്മ എന്ന പർവ്വതത്തിന്റെ താഴെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച സ്ഥലം. മസ്ജിദുൽ ബുറൂദ് എന്നാണ് ആ പള്ളിക്ക് പറയുന്നത്. അവിടെ പള്ളിയിലെ സ്ഥലം കല്ലുവെച്ചടയാളപ്പെടുത്തിയിട്ടേ ഉള്ളൂ. മസാജിദുല്ലത്തി സ്വല്ലാ ഫീഹാ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിൽ ഇമാം സുംഹൂദിയിൽ നിന്ന് ഉദ്ധരിച്ച് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച സ്ഥലമാണ്. ഇത്രമേൽ തെളിച്ചമുള്ളൊരു നബിയെ കിട്ടിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കാൻ നമുക്ക് നേരമുണ്ടോ? തുടരാൻ നമുക്ക് വിചാരമുണ്ടോ? ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഇത് നേരം വെളുത്താലും തീരൂല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമേനി തൊട്ട് കിടന്ന സ്ഥലങ്ങൾ എത്രയാണ്, അവിടുന്ന് നോക്കിയ സ്ഥലങ്ങൾ എത്രയാണ്. ജിസ് തറഫ് ഉഡ് ഗയി ദം മേ ദം ആ ഗയാ ഉസ് നിഗാഹേ ഇനായത്ത് പേ ലാഖോ സലാം. ഒന്ന് നോക്കിയാൽ മതിയല്ലോ പുണ്യം ലഭിക്കാൻ. ആ നോട്ടത്തിന്റെ ഉടമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ജീവിതം പച്ചയായി തന്നെ നമുക്ക് കാണാം. മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ആരാണ്? അതാ
അസ്ദഖു തഹ്ത അദീമിസ് സമാ, ആകാശമാകുന്ന മേലാപ്പിന് കീഴിലുള്ള ഏറ്റവും വലിയ സത്യവാനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സ്വഹാബിയല്ലേ? ആ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തംശി വഹദക്, നിങ്ങൾ ഒറ്റക്കല്ലേ നടന്നു വന്നത്? തമൂതു വഹദക്, നിങ്ങൾ ഒറ്റക്ക് തന്നെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് മരണപ്പെടും. വതുബഅതു വഹദക ഇൻഷാ അല്ലാഹ്, നിങ്ങൾ നാളെ ഒറ്റപ്പെട്ടു തന്നെ നിയോഗിക്കപ്പെടും. ആ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ എവിടെയാണ് അറിയുമോ? റബ്ദ എന്ന് പറയുന്ന മരുഭൂമിയിലാണ്. ഇന്നും 40 കിലോമീറ്റർ വെറും ഡെസേർട്ടിൽ പോകണം. ഒരു വണ്ടി പോയ അടയാളം പോലും കാണൂല. മണൽ പരപ്പാണ്. 4 വീല് വണ്ടി വേണം, അല്ലാതെ സഞ്ചരിക്കാനാവൂല. റോഡ് വെട്ടിയിട്ടില്ല. മദീനയിൽ നിന്ന് 200ഓളം കിലോമീറ്റർ ദൂരെയാണ്. 40 കിലോമീറ്ററോളം ഡെസേർട്ടിൽ പൂഴിമണ്ണിൽ പോകണം. ഞങ്ങൾ അവിടെ പോയി ഒരു സ്ഥലത്തെത്തിയപ്പോൾ 4 സ്ഥലത്തും കടല് പോലെ മരുഭൂമിയാണ്. ഞങ്ങൾ പോയ വണ്ടി പാകമായ വണ്ടിയായിരുന്നില്ല. അവിടെ പൂഴ്ന്നുപോയി. ഞങ്ങൾ ഇസ്തിഗാസ ചെയ്യാൻ ആളില്ല. യാ ഇബാദല്ലാഹി അഗീസൂനി എന്ന് വിളിക്കേണ്ട സ്ഥലമാണ്. ഏതായാലും ഞങ്ങൾ അതിനു മുമ്പ് കയറിയ ഒരു പമ്പിൽ നിന്ന് ഒരു മലയാളിയെ പരിചയപ്പെട്ട് അയാളുടെ നമ്പർ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ അയാൾ 4 വീല് വണ്ടിയും കൊണ്ടുവന്ന് ഞങ്ങളെ അവിടെ നിന്ന് കയറ്റിയിട്ടാണ് ഞങ്ങൾ പോയിട്ട് മഹാനായ അബൂദർ അൽ ഗിഫാരി തങ്ങളെ സിയാറത്ത് ചെയ്തത്. അതിന്ന് ത്വയ്ബ യൂണിവേഴ്സിറ്റിയുടെ സംരക്ഷണയിൽ ഹെറിറ്റേജ് ഡിപ്പാർട്ട്മെന്റ് പരിപാലിക്കുന്ന ചരിത്ര സ്ഥലമായി എവിടെയുണ്ട്. പക്ഷേ അവിടെ എത്താൻ ഇന്നും 40 കിലോമീറ്ററിലേറെ കറക്റ്റ് ഡെസേർട്ടിൽ യാത്ര ചെയ്തു പോകണം കേട്ടോ. അവിടെ നിന്ന് കുറെ ഇങ്ങ് വന്നാൽ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അണക്കെട്ട് കാണാം. സദ് മുആവിയ അക്കാലത്തുണ്ടാക്കിയ അണക്കെട്ടാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഏത് കാലത്താണ് കൃഷിക്ക് വേണ്ടി അണക്കെട്ടുണ്ടാക്കിയത്? മുല്ലപ്പെരിയാർ തീരുമാനമാകുന്നതിന് മുമ്പല്ല, ആയതിനു ശേഷമല്ല. 1000 കൊല്ലത്തിന് മുമ്പ് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ അണക്കെട്ടുണ്ടാക്കാനുള്ള ബോധം കിട്ടിയത് മദീനത്തെ പള്ളിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തുടങ്ങി വെച്ച വിഷയം വലാകിർ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ഇതുപോലെ രേഖപ്പെട്ട് കിടക്കുകയാണ്. എല്ലായിടത്തും നമുക്ക് പോയി കാണാം. ഒരു കഥാപാത്രമല്ല. ഇവിടെ ആയിരുന്നേ എന്റെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നത്. അങ്ങനെ പറയാൻ പറ്റുന്ന എത്രയോ സ്ഥലങ്ങൾ. അപ്പൊ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം, ഇത്തിബാഅ് ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ നിലയിലും ഇത്തിബാഅ് ചെയ്യണം. അതിലേറ്റവും വലിയ കാര്യമാണ് അഖ്ലാഖുൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുലുഖ്, നല്ല സ്വഭാവം. ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയോ? കൊന്നവരും കൊല്ലപ്പെട്ടവരും നാളെ സ്വർഗത്തിൽ ഉണ്ടാവും എന്നുള്ളത് വലിയ അത്ഭുതമായ ഒരു കാര്യമാണ്. ഹംസ റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ ഉണ്ടാവും, കൊന്ന വഹ്ശിയും സ്വർഗത്തിൽ ഉണ്ടാവും, അബൂ സുഫിയാനും ഉണ്ടാവും. അബൂ സുഫിയാൻ കാരണമായി കൊല്ലപ്പെട്ട എത്ര സ്വഹാബികളാണ്! ബദറും ഉഹദും ഖന്ദഖും ഒക്കെ കാരണക്കാരനായ സൈനിക മേധാവിയ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു എന്ന് പറയണം. ആ കൊല്ലപ്പെട്ട സ്വഹാബികൾ നേരത്തെ റളിയല്ലാഹു അൻഹു. അപ്പൊ നമുക്കിവിടെ മൂല്യം എന്താണ്? വ്യക്തികളല്ല, മൂല്യങ്ങളാണ്. അതാണ് ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ ചെറിയൊരു കാര്യത്തിന് പറയും, കല്യാണത്തിന് വിളിക്കാത്തതിന് പറയും ഞാൻ നിന്നോട് ജീവിതത്തിൽ മിണ്ടൂല. ഇത് അടിവയറ് കുത്തിക്കീറിയ ക്രൂരമായി കൊല ചെയ്താൽ കലിമ ചൊല്ലിയപ്പോഴേക്ക് അയാളുമായി ഇനി ഒരു പ്രശ്നവും ഇല്ല, സ്വർഗത്തിൽ ഉണ്ടാവും. ഹംസ റളിയല്ലാഹു അൻഹു, വഹ്ശി റളിയല്ലാഹു അൻഹു.
അപ്പൊ ആദർശമാണ് വലുത്. ഹിന്ദ് റളിയല്ലാഹു അൻഹ വന്നിട്ട് ചോദിച്ചു, ഹിന്ദാരാ? മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയെ അലങ്കോലപ്പെടുത്തി എന്ന് ചരിത്രകാരന്മാര് പറഞ്ഞ സ്ത്രീയാ. ഹിന്ദിന്റെ പ്രേരണയാലാണ് വഹ്ശി മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു കൊന്നത്. ആ ഹിന്ദ് റളിയല്ലാഹു അൻഹ വന്നിട്ട് ചോദിച്ചു, എനിക്ക് മാപ്പ് തരുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാ ഒരു കുഴപ്പമില്ല, അവ നാളെ ഈ ഹിന്ദ് എന്നവരും സ്വർഗത്തിൽ ഉണ്ടാവും, കൊല്ലപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ഒരു പണക്കും ഉണ്ടാവില്ല. നമ്മൾ ചെറിയ ചെറിയ സില്ലി കാര്യങ്ങൾക്കാണ് നമ്മൾ പിണങ്ങ. അതേ സമയത്ത് മൂല്യങ്ങളിലേക്ക് നോക്കണം. ഈ സ്വഹാബികളാരും അവര് ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ പകവച്ചില്ല, ദേഷ്യം വെച്ചില്ല. ഈമാനും തഖ്വയും ഉണ്ടോ എല്ലാം വിട്ടുവീഴ്ച ചെയ്യാം. ഇതാണ് സീറ വായിക്കുമ്പോൾ നമ്മളെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു മക്ക ഫത്ത് കഴിഞ്ഞിട്ടില്ല ഇസ്ലാമിലേക്ക് വന്നത്. അതിനു മുമ്പൊക്കെ ശത്രുപക്ഷത്തായിരുന്നു. അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വന്ന മക്ക ഫത്തിനൂടെ അല്ലേ? അതിനു മുമ്പുള്ള എല്ലാ ആളുകൾക്കും അബൂ സുഫിയാനോട് ദേഷ്യമായിരുന്നു. പിന്നെയാണ് സ്വഹാബിയായത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടായി. അപ്പൊ നമ്മൾ മുഅ്മിനീങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ വിട്ടുവീഴ്ചയുള്ളവരാകണം. ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ പിണങ്ങരുത്, ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ വിട്ടു നിൽക്കരുത്. ചില ആള് പറയും, എന്നെ അവൻ കല്യാണത്തിന് വിളിച്ചില്ല, അതുകൊണ്ട് ആജീവനാന്ന് ഞാൻ അവന്റെ വീട്ടിൽ കയറൂല, മരിച്ച മയ്യത്ത് കാണാനും വരൂല എന്നൊക്കെ അത് പറഞ്ഞാളൂ. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പിണങ്ങിക്കളയും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമല്ല. അവിടുന്ന് വിട്ടുവീഴ്ചയാണ്. വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക്. തങ്ങളെങ്ങാനും അങ്ങനെ കർക്കശമായ സ്വഭാവം സ്വീകരിച്ചെങ്കിൽ ആരും മുന്നിൽ ഉണ്ടാകുമായിരുന്നില്ല. വൽ അഫു ഇൻദ റസൂലില്ലാഹി മഖ്ബൂലു. എല്ലാവർക്കും അഫു, എല്ലാവർക്കും വിട്ടുവീഴ്ച, എല്ലാവർക്കും വിട്ടുവീഴ്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശൈലി എങ്ങനെയാണ്? എല്ലാവരോടും വിട്ടുവീഴ്ച, ആരോടും പകയില്ല, ആരോടും ദേഷ്യമില്ല, ആരോടും വിട്ടുനിൽക്കില്ല. മുഅ്മിനീങ്ങളെ, നമ്മൾ നല്ല സ്വഭാവത്തിന്റെ ഉടമകളാകണം. ഒരിക്കൽ ഞങ്ങൾ മക്കത്ത് ചെല്ലുമ്പോൾ കുറച്ചു കാലം മുമ്പൊക്കെ മത്താഫിലൊക്കെ ക്ലാസ്സുകൾ ഉണ്ടാവുമായിരുന്നു. ഒരു 10 കൊല്ലം മുമ്പൊക്കെ മത്താഫിൽ ക്ലാസ് ഉണ്ടാവും മഗ്രിബ് കഴിഞ്ഞാൽ. അന്ന് മുഹമ്മദുൽ മക്കി എന്ന് പറഞ്ഞ ഒരാൾ ഉറുദുവിൽ ക്ലാസ് എടുക്കും. അവിടെ കണ്ടവരി കൂട്ടത്തിലുള്ള ഒരു മൈതാഞ്ചി ദാടി അവിടെ ഇങ്ങനെ ഹിജ്ർ ഇസ്മായിലിന്റെ അപ്പുറത്ത് അജർക്കൊക്കെ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും. അവിടെ ഇങ്ങനെ ക്ലാസ് എടുക്കും. അപ്പൊ അയാളോട് ഹാജിമാരൊക്കെ സംശയം ചോദിച്ചു. അപ്പൊ ഒരിക്കൽ ഒരാൾ ചോദിച്ചു, ഞാനും എന്റെ ഭാര്യയും കൂടി ഹജ്ജിന് വന്നതാണ്, ഞങ്ങൾ രണ്ടാളും പണക്കത്തിലാണ്, രണ്ടാളും 2 ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത്, ഞങ്ങളുടെ ഹജ്ജ് സഹീഹാവുമോ ഇല്ലെന്ന ചോദ്യം. അതിന് അദ്ദേഹത്തിന് മറുപടി എന്താണെന്നറിയോ? ആപ്കോ ശർം നഹീ ആതി ഹോ, നാണമില്ലേ നിനക്ക്? സർവാധികാരിയായ അള്ളാഹു പുറത്തു തന്ന സ്വർഗം തരണമെന്ന് പറഞ്ഞ ഹജ്ജിന് വന്നത്, നിങ്ങൾക്ക് തമ്മിൽ പൊറുക്കാൻ വയ്യ. വല്ലാത്തൊരു അത്ഭുതം തന്നെയാണല്ലോ. അദ്ദേഹത്തിന്റെ മറുപടി എങ്ങനെയായിരുന്നു? അവ നമ്മൾ വിട്ടുവീഴ്ച ചെയ്താലേ പരമാധികാരിയായ അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുകയുള്ളൂ. നിങ്ങൾ ഇവിടെയുള്ളവരോട് വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ ആകാശത്തിന്റെ അധിപനായ അള്ളാഹു തആല വിട്ടുവീഴ്ച ചെയ്യും. നമ്മൾ നല്ല വിട്ടുവീഴ്ചയുള്ളവരാകണം, റഅഫത്തുള്ളവരാകണം. ചെറിയ ചെറുപ്പക്കാരൊക്കെ ചില കുരുത്തക്കേടൊക്കെ കാണിക്കും. അവ ഓരോട് ശപിക്കരുത്, ഓരോ കുറ്റം പറയരുത്. ചെറുപ്പക്കാർ കുറച്ചൊക്കെ കളിച്ചോട്ടെ, കളിക്കാനുള്ള പ്രായമല്ലേ. നമ്മളൊക്കെ ചെറുപ്പത്തിൽ എന്തെല്ലാം കളിച്ചോരാ. അപ്പൊ ഓരോട് വിട്ടുവീഴ്ച ചെയ്യണം, എന്നിട്ട് ഓരോട് അഫ്വ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞ സ്വഹാബികൾ അവർക്ക് ശബ്ദം പൊങ്ങൂല. ഉമർ റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറഞ്ഞാൽ രണ്ടാമതും ചോദിക്കണം എന്താ ഉമർ എന്ന്, എന്നാലേ മനസ്സിലാവുള്ളൂ. ഖാദി ഇയാദ് തങ്ങൾ ശിഫയിൽ ഉദ്ധരിക്കുന്നു. അങ്ങനെ സ്വഹാബത്തിനൊക്കെ പേടിയാണ്. അപ്പോഴായിരിക്കും ഏതോ നാട്ടം പുറത്തുനിന്ന് ഒരു അറാബി വരും. ആ അറാബിക്ക് ഇതല്ല അറിയോ? അദ്ദേഹം ചോദിക്കും, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒറ്റ വിളിയാണ്, അഅ്തിനി മിമ്മ അഅതാകല്ലാഹ്, പടച്ചോൻ തന്ന പൈസ എന്ന് കുറച്ചും കൂടെ നളി. എവിടെ? ഉമറുൽ ഫാറൂഖങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഒക്കെ സംസാരിക്കാൻ പോലും ബേജാറായിരിക്കുമ്പോഴാണ് ഏതോ നാട്ടും പുറത്തൊരു അറാബി വന്നിട്ട് വിളിക്കും, പേരിട്ടൊരൊറ്റ വിളി, പടച്ചോൻ തന്ന പടത്തുനിന്ന് കുറച്ചും നളി എന്ന് പറയും. ചിലപ്പോ കഴുത്തിലുള്ള ഷാള് പിടിച്ചങ്ങ് വലിക്കും. അപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കും. കാരണം എന്താ? അയാൾക്ക് അത്രേ അറിയുള്ളൂ, അയാൾക്ക് അത്ര അറിയുള്ളൂ. എല്ലാവർക്കും ഒരുപോലെ അറിയില്ല, എല്ലാവർക്കും ഖദർ അറിയില്ല, ആരാരാണെന്നറിയില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് മുഴുവനും വിട്ടുവീഴ്ച ചെയ്തു. നമ്മളും അങ്ങനെ കുടുംബത്തിൽ മക്കളോട്, ഭാര്യമാരോട്, അതുപോലെ നമ്മുടെ സന്താനങ്ങളോട്, സഹോദരങ്ങളോട് നല്ല അഫ്വുള്ളവരാകണം. അപ്പോൾ അല്ലാഹുവിന്റെ റഹ്മത്ത് വരും. നമ്മൾ സഹപ്രവർത്തകരോട് ചെറിയ കാര്യങ്ങളിലൊന്നും പിണങ്ങാൻ പാടില്ല. സംഘടനയിൽ നല്ല ഒരുമയിലും സ്വരുമയിലും പ്രവർത്തിക്കണം. അപ്പോൾ അല്ലാഹു തആല നല്ല ബർക്കത്ത് ചെയ്തു തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഖ്ലാഖ്, സ്വഭാവം നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകണം. തബസ്സുമുക ലിവജ്ഹി അഖീക സദഖ, പുഞ്ചിരിച്ചുകൊണ്ട് നിന്റെ സഹോദരനെ സ്വീകരിക്കുന്നത് പടച്ചോന്റെ അടുത്ത് കൂലി കിട്ടുന്ന ധർമ്മമാകുന്നു. എത്ര വലിയ സന്ദേശങ്ങളാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല രസമൊക്കെ കാണിക്കും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നാട്ടും പുറത്തുനിന്ന് ഒരാൾ കുറെ സാധനമായിട്ട് വരും. സാഹിർ എന്ന അദ്ദേഹത്തിന്റെ പേര്. നാട്ടും പുറത്തുനിന്നുള്ള നാടൻ ചീനി, നാടൻ മരിച്ചീനി എന്നൊക്കെ പറഞ്ഞ മാതിരി കുറച്ച് നാടൻ സാധനമൊക്കെ ആയിട്ട് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? പട്ടണത്തിൽ കിട്ടുന്ന കുറച്ച് സാധനമൊക്കെ വാങ്ങി വെക്കും ഇദ്ദേഹത്തിന് കൊടുക്കാൻ. എന്നിട്ട് പറയും, സാഹിറുൻ ബാദിയതുന വനഹനു ഹാദിറുഹു. അദ്ദേഹം നാട്ടും പുറത്തുകാരനാ, ഞാൻ അദ്ദേഹത്തിന്റെ പട്ടണക്കാരനാണ്. അന്ന് മദീനക്കാർക്കും മക്കക്കാർക്കും അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നത്രേ. ഗ്രാമീണനായ ഒരാളുമായിട്ട് കമ്പനി ഉണ്ടാവും. എന്തിനാ? അവിടുത്തെ നാടൻ സാധനം നമുക്ക് കിട്ടാനും ഓൾക്ക് പട്ടണത്തിലെ സാധനം അവർക്ക് കൊടുക്കാനും. അങ്ങനെ ഒരു സമ്പ്രദായം തന്നെ ഉണ്ടായിരുന്നു, ചിലർ എഴുതിയിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സാഹിറുൻ ബാദിയതുന, നമുക്ക് നാട്ടിൻ പുറത്തെ സാധനങ്ങൾ കൊണ്ടുവരുന്ന ആൾ ഇയാളാണ്. വനഹനു ഹാദിറുഹു, പട്ടണത്തിലെ സാധനമൊക്കെ കൊടുക്കുന്ന നമ്മളുമാണ്. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി മാർക്കറ്റിലൂടെ ഇങ്ങനെ പോകുമ്പോ സാഹിർ നാടൻ സാധനങ്ങൾ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്ന സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മെല്ലെ പിന്നിലൂടെ പോയി രണ്ട് കക്ഷത്തിന്റെ അടിയിലൂടെ കൈയിട്ടങ്ങ് അണച്ചുകൂട്ടി പിടിച്ചിട്ട് ചോദിച്ചു, ഈ അടിമയെ വാങ്ങാൻ ആരെങ്കിലും ഉണ്ടോ? അടിമയെ വാങ്ങാൻ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ നോക്കി ഇത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് അറിഞ്ഞപ്പോ അദ്ദേഹം അവിടെ തന്നെ നിന്നു. കാരണം എന്താ? ലോകത്തെ ഏറ്റവും പുണ്യപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തോട് ശരീരം ചേർത്ത് വെക്കാൻ കിട്ടിയ ഭാഗ്യം. അപ്പൊ എന്നാലും ഉണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശക്ക് ചോദിച്ചതായി, അടിമയെ വാങ്ങാൻ ആരെങ്കിലും ഉണ്ടോന്ന്. അപ്പൊ ചോദിച്ചു, നബിയെ, ഞാൻ എന്താ അത്രയ്ക്ക് കൊള്ളാത്ത ആളല്ലേ, ഞാൻ അടിമയല്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത ഇൻദല്ലാഹി ഗാൽ ഔ അൻത ഇൻദല്ലാഹി ലൈസ ബികാസിദിൻ. മോനെ, നീ അള്ളാന്റെ അടുത്ത് വലിയ മൂല്യമുള്ള ആളാ. പിന്നെ അടിമയെന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെല്ലാരും അടിമകളല്ലേ? അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള ആളാണ് നീ. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ. അങ്ങനെ ഇഴുകിച്ചേർന്ന് ജീവിക്കും. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ഏറ്റവും വലിയ പദവിയിലുള്ള മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗ്രാമീണനെ മാർക്കറ്റിൽ വെച്ച് കെട്ടിപ്പിടിക്കുന്നത്. ആലിംഗനം ചെയ്യുന്നത്. കൈഫ തർഖാ റുഖിയകൽ അംബിയാഉ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രമാത്രം അത്യുന്നതയിലുള്ളതാണ്. ഓ അലാ വഔലാ ഹമാരാ നബി വഊൻജാ വഊൻജാ ഹമാരാ നബി, അപ്നെ മൗലാ ക പ്യാരാ ഹമാരാ നബി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാണുന്ന ഒരു ഗ്രാമീണനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സന്തോഷിപ്പിക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം നമ്മളൊക്കെ പഠിക്കണം. ആ സ്വഭാവത്തിൽ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊഴിലാളികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധനകാര്യമന്ത്രി ആരായിരുന്നറിയോ? സയ്യിദുനാ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു. എല്ലാ കാര്യവും കണക്കപ്പുള്ള ഓപ്പറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടി കടം വാങ്ങുന്നതും കണക്കെഴുതുന്നതൊക്കെ ഓരാ. എന്നാൽ ഇമാം തുർമുദി ഉദ്ധരിക്കുകയാണ്, എനിക്കും എന്റെ ബിലാലിനും ഒരു മാസം കഴിക്കാനുള്ള ഭക്ഷണം ബിലാലിന്റെ കക്ഷത്തിന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന അത്രയും ചെറിയൊരു പൊതിയായിരുന്നു എന്ന് പറഞ്ഞ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്കും എന്റെ ബിലാലിന് ഒരു മാസം കഴിക്കാനുള്ള ഭക്ഷണം എന്റെ ബിലാലിന്റെ കക്ഷത്ത് കൊള്ളാനുള്ള അത്ര ഉണ്ടാവുള്ളൂ. ഒരിക്കൽ ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ ദൂതരെ, മുഖത്തൊരു ക്ഷീണം. മോനെ, ഒരു മാസമായി ഒരു ജീവി കഴിക്കുന്ന ഭക്ഷണം എന്റെ പള്ളയിലെത്തിയിട്ടില്ല.
ചോദിച്ചപ്പോ പറഞ്ഞതാണ്. ഉടനെ ജാബിർ റളിയല്ലാഹു അൻഹു തോട്ടത്തിലേക്ക് പോയി. അവിടെ മരച്ചുവട് നനയ്ക്കുന്ന ഒരാളുണ്ട്. അയാളോട് ചോദിച്ചു, ഞാൻ ഈത്തപ്പന നനച്ചാൽ എനിക്ക് കുറച്ച് കാരക്ക തരാമോ? തരാം. അല്പനേരം കുറച്ച് മരമൊക്കെ നനച്ചിട്ട് കിട്ടിയ കാരക്ക കൊണ്ടുവന്ന് മുന്നിൽ വെച്ചു കൊടുത്തു. റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജാബിർ എന്നവരോട് സന്തോഷം പറഞ്ഞു സ്നേഹം പ്രകടിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് നമ്മൾ വലിയ പിശുക്കന്മാരായി പോയോ? സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ഇങ്ങനെ ചൊല്ലണം. കഴിയും പോലെ നാളെ പരലോകത്തിലും രക്ഷപ്പെടാണ്ടൊരു വഴി നമ്മുടെ പാപത്തിന്റെ എണ്ണം മറികടക്കുന്ന സ്വലാത്ത് ഉണ്ടായാൽ ചിലപ്പോൾ കഴിച്ചിലായി. 1 കോടി പാപം ചെയ്തു പോയി, എന്നാ 1 കോടി ചേർന്ന സ്വലാത്തുണ്ടോ? അല്ലാഹു തആല വിട്ടുവീഴ്ച ചെയ്തേക്കും. അതേ നമുക്ക് പ്രതീക്ഷയുള്ളൂ. അതുകൊണ്ട് സ്വലാത്ത് നമ്മൾ പതിവാക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ നമ്മൾ അറിയണം, പിൻപറ്റണം, ഹബീബിലേക്ക് ചേർന്ന് നിൽക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധത്തിന്റെ അവസാന ഭാഗം പറയട്ടെ. നമുക്കേറ്റവും വലിയ ഇഷ്ടമാ ഹബീബിനോടാവണം. എല്ലാത്തിനേക്കാളും എല്ലാവരെക്കാളും സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, എല്ലാത്തിനേക്കാളും വലിയ സ്നേഹം വേണം. നമ്മൾ അങ്ങനൊക്കെ പറയും, പക്ഷേ പറയുന്ന അത്ര ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം കൂടാൻ നമ്മളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വായിക്കണം, പഠിക്കണം. നമ്മളെ വാപ്പാനെ കുറിച്ചൊരു പുസ്തകം ഉണ്ടെങ്കിൽ നമ്മൾ എന്ന് വായിച്ചേനെ? ഉമ്മയെ കുറിച്ചൊരു പുസ്തകം ഉണ്ടെങ്കിൽ നമ്മൾ എന്ന് വായിച്ചേനെ? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള ഒരു പുസ്തകം ഈ ആയുസ്സിൽ നമുക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്ക്. പല പുസ്തകങ്ങളിൽ ലേഖനങ്ങളൊക്കെ നമ്മൾ വായിച്ചില്ലേ? എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരായിരുന്നു എന്നറിയാൻ അവിടുത്തെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള ഒരു പുസ്തകമെങ്കിലും വായിച്ച് ഇതാരായിരുന്നു എന്റെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നറിയണം. അറിയുന്തോറും അത്ഭുതപ്പെടും, അറിയുന്തോറും ആശ്ചര്യപ്പെടും. എന്താണ് അത്ര കൃത്യമല്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം? ഒരു ചിത്രവും വേണ്ട, ഒരു പ്രതിമയും വേണ്ട, 1000 അല്ല, പരകോടികളുടെ ഉള്ളിലെല്ലാം ചേർന്ന് കിടക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ഈ റബീഉൽ അവ്വലിന് പ്രസംഗിച്ചു കേട്ടു. ഞാനൊരിക്കലുള്ള പരിപാടി പങ്കെടുത്ത പരിപാടിയിലാണ്. അയാൾ പറഞ്ഞു, കണ്ടിട്ടില്ലാത്ത ഒരു നബിയാണ് ഞങ്ങൾ സ്നേഹിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കണ്ടിട്ടുള്ളവരെക്കാൾ കണ്ടിട്ടുള്ള ഒരു നബിയാണ് നമ്മൾ സ്നേഹിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടിട്ടുള്ള വാപ്പാനെ മറന്നുപോയി നമ്മൾ. വാപ്പാന്റെ പല കാര്യങ്ങളും നമ്മൾ മറന്നുപോയി. എന്റെ വാപ്പ മരണപ്പെട്ടിട്ട് 19 വർഷമായി. റഫഅല്ലാഹു ദറജതഹു വനഫഅനാ ബിഉലൂമിഹി. പക്ഷേ ഉപ്പാന്റെ പല കാര്യങ്ങളും മറന്നുപോയി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എനിക്ക് അതിനേക്കാൾ അറിയാം. എന്റെ ഉപ്പയെ കുറിച്ച് അത്ര അറിയില്ല. എല്ലാ ദിവസവും ഞാൻ 5 സമയങ്ങളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം ചൊല്ലും. വാപ്പക്ക് എല്ലാ ദിവസവും 1 പ്രാവശ്യം പോലും സലാം ചൊല്ലൂല. കാരണം വാപ്പുണ്ടെങ്കിലല്ലേ, വാപ്പന്റെ ഖബറിനെ ചെല്ലുമ്പോഴല്ലേ നമ്മൾ സലാം ചൊല്ലുള്ളൂ. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം സലാം ചൊല്ലിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. എല്ലാ ദിവസവും ചുരുങ്ങിയത് 13 പ്രാവശ്യം. എത്ര പ്രാവശ്യമാണ്? 9 പ്രാവശ്യം നിർബന്ധമായും നമ്മൾ സലാം ചൊല്ലുന്നു. അസ്സലാമു അലൈക അയ്യുഹൻ നബി, അസ്സലാമു അലൈക അയ്യുഹൻ നബി. നമ്മുടെ വാപ്പയോ ഉമ്മയോ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ദിവസം 10 പ്രാവശ്യം സലാം ചൊല്ലുമോ? 2 പ്രാവശ്യം ചൊല്ലേക്കും, 3 പ്രാവശ്യം ചൊല്ലേക്കും. പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മളെല്ലാവരും നിർബന്ധമായും 9 പ്രാവശ്യം സലാം ചൊല്ലുന്നുണ്ട്. സുന്നത്ത് നിസ്കാരം കൂടെ കൂട്ടിയാൽ പിന്നെയും എത്രയോ തവണ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെക്കാളും എനിക്കറിയുന്ന നേതാവാണ്. അല്ലാഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാനും പഠിക്കാനും പകർത്താനും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. മഹാനായ മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു വഫാത്തായി. മഹാനവറുകളെ കണ്ടവർ ചോദിച്ചു, അല്ലാ മാ ഫഅലല്ലാഹു ബിക യാ മൻസൂർ,
ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, അല്ലാഹു എന്നെ ഹാജരാക്കി എന്നോട് ചോദിച്ചു, നിങ്ങളല്ലേ ഈ ദുനിയാവിനോടുള്ള പരിത്യാഗം വഅള് പറഞ്ഞിട്ട് ദുനിയാവിനോട് ഇഷ്ടം വെച്ചയാള്? അതേ, പക്ഷേ ഓ അല്ലാഹ്, ഞാൻ എന്റെ ഓരോ മജ്ലിസിലും ആദ്യം ഹംദു ചൊല്ലി, പിന്നെ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, ജനങ്ങൾക്ക് നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു തആല അദ്ദേഹത്തിന് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു. സ്വലാത്ത് ചൊല്ലിയിട്ട് മജ്ലിസിൽ പങ്കെടുത്ത കാരണത്താൽ അല്ലാഹുവേ, അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാഹ്. താജുൽ ഉലമാ തങ്ങൾ ഉപ്പാപ്പയുടെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അവിടുത്തെ മഹബ്ബത്ത് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. അവിടുത്തെ മകൻ, പ്രിയപ്പെട്ട മൂത്ത മകൻ എംബിച്ചിത്തങ്ങൾ ഈ മജ്ലിസിന് നേതൃത്വമാണ്. അതുപോലെ ആ കുടുംബത്തിലെയും മറ്റു ഖബായിലുകളിലെയും സാദാത്തുക്കളുണ്ട്. എല്ലാവരുടെയും ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖബൂൽ ചെയ്യണം അല്ലാഹ്. നാഫിആയ ഇൽമ നൽകണേ അല്ലാഹ്. ഈ മജ്ലിസ് നല്ലൊരു ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ ദുആയോടുകൂടിയാണ് നമ്മുടെ മജ്ലിസ് അവസാനിക്കുന്നത്. ഈ താജുൽ ഉലമാ തങ്ങൾ ഉപ്പാപ്പയുടെ പേരിലുള്ള ഈ സ്ഥാപനം ഒരു വലിയ സ്ഥാപനമാക്കി നീ വളർത്തി തരണേ അല്ലാഹ്. എല്ലാവരും എഴുന്നേറ്റ് ഇൻഷാ അല്ലാഹ് തങ്ങൾ ഉപ്പാപ്പാന്റെ ദുആ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മജ്ലിസ് അവസാനിക്കും. അല്ലാഹു നമ്മളെ ഒക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ മജ്ലിസ് ഒരു ഇജാബത്തുള്ള മജ്ലിസാക്കി തരട്ടെ. എല്ലാവരും ദുആ ഇറക്കണം. അതുപോലെ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. കഴിഞ്ഞ വർഷം വരെ ഇവിടെ ഇരുന്ന് നമുക്ക് ദുആ ചെയ്തു തന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഫളിൽ കോയമ്മത്തങ്ങൾ ഖുറാത്തങ്ങൾ ഉപ്പാപ്പ ഇന്ന് നമ്മളോടൊപ്പമില്ല. അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ചില ബഹുമാനപ്പെട്ട വളപട്ടണം ബുഖാരി സഖാഫി തങ്ങൾ അവറുകൾ ഖാദിയായിരുന്നവര് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അവരുടെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അതുപോലെ നിരവധി സാദാത്തുക്കൾ ആലിമീങ്ങൾ അല്ലാഹുവേ ഞങ്ങളെ വിട്ടുപിരിഞ്ഞവരുണ്ട്. അവരുടെ ദറജ ഉയർത്തി മഹാനരായ റഈസുൽ ഉലമാ സുൽത്താനുൽ ഉലമാ ബദറുസ് സാദാത്ത് മുഹീസുന്ന പേരോട് ഉസ്താദ് തുടങ്ങിയുള്ള ഞങ്ങളുടെ ആലിമീങ്ങൾ സാദാത്തുക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അതുപോലെ നമ്മളോട് പെട്ടെന്ന് വിട പറഞ്ഞു പോയ ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലയിലെ പ്രസ്ഥാന നേതൃത്വം ബാക്കവി ഉസ്താദ് അബ്ദുള്ള കുട്ടി ബാക്കവി അൽ മഖ്ദൂമി, അല്ലാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തൗഫീഖുൽ ഹസനി ഈ റബീഉൽ അവ്വലിന്റെ ആദ്യത്തിൽ നമുക്ക് വഅള് പറഞ്ഞിട്ട് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയവരാണ്. അതുപോലെ ഒരുപാട് പ്രവർത്തകർ, നേതാക്കൾ, എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ ദുആ. മാസവരിസംഖ്യ എന്നുള്ള നിലയിൽ നാം ഇവിടെ വിതരണം ചെയ്ത കൂപ്പനിൽ ബഹുമാനപ്പെട്ട നഈമി ഉസ്താദ് വരി ചേരുകയാണ്. അതിൻ്റെ കൂപ്പൻ ബഹുമാനപ്പെട്ട ഒരു പൂരിപ്പിച്ച കൂപ്പൻ ബഹുമാനപ്പെട്ട എംബിജി തങ്ങളെ ഏൽപ്പിക്കുന്നു. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എല്ലാവരും വന്ന് ബഹുമാനപ്പെട്ട തങ്ങളെ മുസാഫഹത്ത് ചെയ്ത് പിരിയണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.